പ്ലാറ്റ്ഫോം 500ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കാര്യം തുടർച്ചയായിട്ട് 500 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സി തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിത്വങ്ങൾ ജോസ് സാറ്, റെജിമോൻ സാറ്, പ്രദീപ് സാറ്, ടീം അംഗങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. RCM സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്നുള്ളത്. തുടർച്ചയായിട്ട് ചെയ്യുക. എന്തും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകുക. ഞാൻ പലപ്പോഴും എക്സാമ്പിൾ പറയാറുണ്ട്. നമ്മുടെ വീട്ടിലെ ബാത്റൂമിൽ ഒരു ടാപ്പ് ഉണ്ടാവും, ഒരു ബക്കറ്റ് ഉണ്ടാവും. രാത്രി ഒരു ഡ്രോപ്പ് വീഴത്തക്ക ഇത് സെറ്റ് ചെയ്യുക. നമ്മളൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ ബക്കറ്റ് നിറഞ്ഞിരിക്കും. ഒരു ഡ്രോപ്പിന് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷെ ഒരു ഡ്രോപ്പാണ്. പക്ഷെ അത് പലതവണ വീണപ്പോൾ ബക്കറ്റ് നിറയ്ക്കാൻ പറ്റി. നമ്മൾ പറയാറുണ്ട് വെള്ളത്തിൻ്റെ കാര്യം. മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം വെള്ളം വേണമെന്ന് നമ്മളാ തീരുമാനിക്കുക. നമ്മളൊരു സ്പൂണുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു സ്പൂൺ നിറച്ച് വെള്ളം എടുക്കാം. നമ്മളൊരു മഗ്ഗുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഒരു മഗ് നിറച്ച്. ഇപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഒരേ കാര്യം ചെയ്യുമ്പോഴാണ് റിസൾട്ട് തരിക. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് ഈ പ്രഭാതത്തിൽ വളരെ മനോഹരമായ ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ജീവിതം മെച്ചപ്പെടുത്താനുള്ളതാണ്. ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കണം ഇന്നത്തെ ജീവിതം. ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും നാളത്തെ ജീവിതം. ഇനിയുള്ള വരുന്ന ദിവസങ്ങളൊക്കെ മെച്ചപ്പെട്ടതായിരിക്കണം. ജീവിതത്തിൽ എന്നും സന്തോഷം അനുഭവിക്കാൻ പറ്റണം. ജീവിതം ആസ്വദിക്കാൻ പറ്റണം. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ജീവിതമാണ്. ഈ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ജീവിതം എന്നത് ഒരു പുസ്തകം പോലെയാണ്. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ്, 3 പേജേ ശരിക്കും ഉള്ളൂ. ഒന്നാമത്തെ പേജ് ജനനത്തിന്റെ ദിവസമാണ്. അത് നമ്മുടെ ആരെയും കൈകളിലുള്ള അല്ലായിരുന്നു. നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഇന്ന് ജനിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണോ തീരുമാനിക്കാൻ പറ്റില്ല. ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ലായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ പേജ് അല്ലെങ്കിൽ അവസാനത്തെ പേജ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഡെത്ത് ആണ്. ഇന്ന് മരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും നിശ്ചയമില്ല. പക്ഷെ അതിനിടയ്ക്കൊരു പേജ് ഉണ്ട്. അതാണ് ജീവിതത്തിന്റെ പേജ്. അത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. അതെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമുക്കുള്ളതാണ്. സന്തോഷത്തോടെ ജീവിക്കണമോ, സങ്കടം പറഞ്ഞ് ജീവിക്കണോ, നെഗറ്റീവായിട്ട് ജീവിക്കണോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ജീവിക്കണോ, ഇതൊക്കെ നമ്മുടെ കൈകളിലാണ്. അത് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ദാരിദ്ര്യത്തിന് വേണ്ടി ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയാകാം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെയാകാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ള കഴിവും ഈശ്വരൻ തന്നിട്ടുണ്ട്. യഥേഷ്ടം തന്നിട്ടുണ്ട്. ആ ഈശ്വരൻ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് ബാബു MT. RCM എന്ന ഈ സംവിധാനത്തിൽ വന്നിട്ട് ഏകദേശം 18 വർഷം കഴിഞ്ഞു. പക്ഷെ സജീവമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷം കഴിഞ്ഞു. ഇന്ന് ഞാൻ RCMന്റെ ഒരു ഹൈ ലെവലിലാണ്. സ്റ്റാർ എമറാൾഡ് എന്ന പിൻ ലെവലാണ്. റൈസിംഗ് കോർ ലീഡറാണ്. കഴിഞ്ഞ 15 വർഷത്തെ നിരന്തരമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് കമ്പനി റൈസിംഗ് കോർ എന്ന ലെവലിലേക്ക് എന്നെ ഉയർത്തി. നമുക്കറിയാം പല തട്ടുകളുണ്ട്. കോർ ലീഡേഴ്സ് ഉണ്ട്, റൈസിംഗ് കോർ ലീഡേഴ്സ് ഉണ്ട്, സബ് കോർ ഉണ്ട്, പ്രീ കോർ ഉണ്ട്. ഇങ്ങനെ പല തട്ടുകളുണ്ട്. അതിൽ റൈസിംഗ് കോർ ലീഡറും കോർ ലീഡറും ആ ഒരു ലെവലിലേക്ക്. ഇപ്പം റൈസിംഗ് കോർ ലീഡർ ആയുള്ള ഒരു പ്രധാനപ്പെട്ട നേരം എവിടെയാണോ ഞാനൊരു സിറ്റി പ്രപ്പോസ് ചെയ്യുന്നത്, അതൊരു എന്താണ് കോർ സ്റ്റേഷനായിട്ട് കമ്പനി കണക്കാക്കും. കോർ സ്റ്റേഷൻ, റൈസിംഗ് കോർ ലീഡറോ ഉള്ള സ്ഥലം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സിറ്റി സെലക്ട് ചെയ്ത് കമ്പനി അറിയിച്ചു കഴിഞ്ഞാൽ അത് കോർ സ്റ്റേഷൻ എന്നറിയപ്പെടുകയും അവിടെ കോർ ലീഡേഴ്സ്, റൈസിംഗ് കോർ ലീഡേഴ്സിനെ കൊണ്ടോ ഒരു പ്രോഗ്രാം നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ള ഏത് കോർ ലീഡേഴ്സ്, ആ കോർ ലീഡേഴ്സിനെ ഒരു പ്രോഗ്രാമിൽ ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരം കമ്പനി തരികയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏത് സീനിയർ ലീഡറെയും ഞാൻ കോട്ടയമാണ് കോർ സ്റ്റേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോട്ടയം എന്ന പട്ടണത്തിൽ ഇന്ത്യയിൽ എവിടെയുള്ള RCMന്റെ ഏറ്റവും സീനിയർ ലീഡേഴ്സ്, നമ്മുടെ സ്റ്റാർ ഡയമണ്ട് രവി OP ശർമ്മയോ മുകേഷ് കോട്ടാരി സാറിനെയോ RCMലെ ഹെഡ് വെയിറ്റ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിയെയും കോർ സ്റ്റേഷനിൽ എനിക്ക് ഡിമാൻഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി കമ്പനിയുടെ ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട്. അതിനാണ് കോർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ കോട്ടയത്താണ് ബിസിനസ് തുടങ്ങിയത്. ഞാൻ ഓപ്റ്റ് ചെയ്തത് കോട്ടയം തന്നെയാണ്. തീർച്ചയായിട്ടും കോട്ടയം ഇന്ന് RCMന്റെ ഭൂപടത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പട്ടണമായിട്ട്, ഒരു സ്റ്റേഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് വലിയ സീനിയർ ലീഡേഴ്സൊക്കെ കോട്ടയത്ത് പ്രോഗ്രാമായിട്ട് വരും.
നമ്മൾ പണ്ട് ഡയമണ്ട് സ്റ്റാർ ഡയമണ്ട് ആയിട്ടുള്ള രവി ഒ പി ശർമ്മ കോട്ടയത്ത് വന്നിട്ടുണ്ട്. മുകേഷ് കൊട്ടാരി സാർ കോട്ടയത്ത് വന്നിട്ടുണ്ട്. ഇപ്പം സീനിയർ ലീഡേഴ്സ് റൈസിംഗ് നമ്മുടെ കോർ ലീഡർ ആയിട്ടുള്ള ശ്യാം അഗർവാൾ സാർ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനെ അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് ആർസ്യം മാറി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യവും നിങ്ങളുടെയും ചെറുതും വലുതുമായ എല്ലാ സഹകരണവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. തീർച്ചയായിട്ടും നമുക്ക് അതിൽ അഭിമാനിക്കാൻ പറ്റും. ഈ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെ കടന്നു വന്നവരാണ്. ചില ആൾക്കാർ ബൈ ഫോഴ്സ് വന്നതാണ്, ആരൊക്കെയോ നിർബന്ധിച്ചെത്തിച്ചതാണ്. ചില ആൾക്കാർ ബൈ ചാൻസ് വന്നതാണ്, യാദൃച്ഛികമായിട്ട് വന്നവരാണ്. ചില ആൾക്കാർ ബൈ ഒബ്ലിഗേഷൻ, ആരുടെയെങ്കിലുമൊക്കെ നിർബന്ധം കാരണമോ എന്തെങ്കിലുമൊക്കെ വിധത്തിലാണ് നമ്മൾ എല്ലാവരും ഈ ആർ സി എം സിസ്റ്റത്തിലേക്ക് വന്നത്. നമ്മളാരും ആഗ്രഹിച്ച് വന്നവരല്ല, ബൈ ചോയ്സ് വന്നവരാരില്ല. എനിക്കും ആർ സി എമ്മിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ചിന്തിച്ചു വന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ ഒരുപക്ഷെ ആൾക്കാർ വരുന്നുണ്ടാവും. പക്ഷെ പണ്ട് ഞാൻ ആർ സി എമ്മിലേക്ക് വരുന്ന 2008 എന്നെ ആർ സി എമ്മിലേക്ക് കൊണ്ടുവന്ന മൂർത്തി സാറ്, അദ്ദേഹം നല്ലൊരു ഗൈഡ് ചെയ്യാം. കാരണം ആർ സി എമ്മിൻ്റെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോൾ ലീഡർ ആയിട്ടുള്ള നമ്മുടെ സഫയർ മൂർത്തി സാറ്, ഞാനും അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. ആ ഒരൊറ്റ ബന്ധം കൊണ്ടാണ് അദ്ദേഹം എന്നെ ആർ സി എമ്മിലേക്ക് ആർ സി എമ്മിനെ പരിചയപ്പെടുത്തുന്നത്. 2006 അദ്ദേഹം ആർ സി എമ്മിനെ പരിചയപ്പെടുത്തുന്നത്. വീണ്ടും ഒരു 2 വർഷം എടുത്തു എനിക്ക് ആർ സി എം എന്ന സിസ്റ്റത്തിലേക്ക് കടന്നു വരാൻ. അതും അദ്ദേഹം നിർബന്ധിച്ചതുകൊണ്ടാണ്. കോട്ടയത്ത് ആർ സി എമ്മിൻ്റെ ഒരു വലിയ ഷോപ്പ് വന്നപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ കൂടി വിളിച്ചു പറഞ്ഞു. അന്ന് അദ്ദേഹം ബാംഗ്ലൂരിലാണ്, ഞാൻ കോട്ടയത്താണ്. കോട്ടയത്ത് ഒരു ഷോപ്പ് വരുന്നുണ്ട്, അതിനകത്ത് കുറച്ച് ഉൽപ്പന്നമുണ്ട്, അത് വാങ്ങി ജോയിൻ ചെയ്യണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ. അദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കാതെ കോട്ടയത്ത് പോയിട്ട് 2300 രൂപ കൊടുത്ത് ഒരു ജോയിനിങ്, കുറച്ച് തുണിത്തരങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഞാൻ ആർ സി എമ്മിൽ ജോയിൻ ചെയ്യുന്നത് 2008. പിന്നീട് 2.5 വർഷത്തോളം ആർ സി എമ്മിൽ ഞാൻ ഒന്നും ചെയ്തില്ല. ആർ സി എമ്മിൽ ഉൽപ്പന്നം വാങ്ങുകയോ ഷോപ്പിൽ പോവുകയോ ആർ സി എമ്മിനെ പറ്റി ആരോടെങ്കിലും രണ്ടക്ഷരം പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷെ 2010 മോത്തി സാറിൻ്റെ നിർബന്ധം മൂലം ആർ സി എമ്മിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. ആ മീറ്റിംഗ് ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. എൻ്റെ ജീവിതം ഇന്ന് കാണുന്ന ഒരു ജീവിതത്തിലേക്ക് എന്നെ എത്തിച്ചത് ആ ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളാണ് ഗോപകുമാർ സാറ്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ വന്നയാൾ ഗോപകുമാർ സാറ്. അദ്ദേഹം എൻ്റെ കൂടെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹവുമായിട്ട് അന്നത്തെ മീറ്റിങ്ങിൽ കണ്ടെത്തുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും സ്വീകരിക്കാനും തയ്യാറായതുകൊണ്ടാണ് ആർ സി എമ്മിൽ എൻ്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്തത്. തുടക്ക സമയം ഒട്ടും സുഗമമായിരുന്നില്ല, പ്രതിസന്ധികൾ മാത്രമായിരുന്നു. എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, നമ്മൾ ആർ സി എം കേട്ടാൽ ആദ്യം പറയുന്നത് നമ്മുടെ ബന്ധുക്കളോടായിരിക്കും, വീട്ടിലായിരിക്കും ആദ്യം പറയുക, സുഹൃത്തുക്കളോട് പറയാൻ ശ്രമിക്കുക, അയൽവക്കക്കാരോട് ശ്രമിക്കുക. ഇവയൊന്നും ആർ സി എമ്മിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാകില്ല. അവർ വളരെ ലാഘവത്തോടെ എന്തോ സാധാരണ കാര്യം പറയുന്ന പോലെ അവരതിനെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയൊക്കെ ആർ സി എമ്മിൽ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം ഒരു ആനയെ ഒരു ഓട്ടോറിക്ഷയിൽ പിടിച്ച് കയറ്റുന്നതാണെന്ന് പറയാറുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, പലർക്കും അത് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ കമ്മിറ്റ്മെന്റ്, നമ്മൾ എങ്ങനെ ആർ സി എമ്മിനെ സ്വീകരിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ എങ്ങനെ ആർ സി എമ്മിനെ ഏറ്റെടുക്കുന്നു, ഞാൻ എങ്ങനെ ആർ സി എമ്മിനെ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ആ ഏറ്റെടുക്കലിനനുസരിച്ച്, ആ തീരുമാനമനുസരിച്ച് നമ്മൾ കൃത്യതയോടെ മുന്നോട്ട് പോയാൽ ഒരു സംശയമില്ല, ആർ സി എമ്മിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അത് തെളിയിച്ചൊരു വ്യക്തിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം പ്രതിസന്ധികളല്ലാതെ മറ്റൊന്നും തുടക്ക സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല. കളിയാക്കലുകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, പരിഹാസങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ആർ സി എമ്മിൽ പോലും. കാരണം ഒറ്റപ്പെടുത്തലുകൾ നമ്മളെ വേദനിപ്പിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അംഗീകരിക്കുന്നതിനപ്പുറം കൂടുതലും നമ്മളെ ഒറ്റപ്പെടുത്താൻ ആൾക്കാർ ശ്രമിക്കുക. പല കാരണങ്ങൾ കൊണ്ടാവും, രാഷ്ട്രീയ കാരണങ്ങളും മതകാരണങ്ങളും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടും അതിൽ ഒക്കെ നമ്മളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാവും. പക്ഷേ ഇവിടെയെല്ലാം ഞാൻ പറയാറുണ്ട്, എന്താണ്, ഒറ്റയാൻ്റെ കരുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആർ സി എം വിജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നതിനെ മറ്റുള്ളവർ എങ്ങനെ അസസ് ചെയ്യുന്നു, കാരണം നമ്മളുടെ ഭാഗം കേൾക്കാതെ അസസ് ചെയ്യാൻ എല്ലാവരും റെഡിയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്താണ്, നമ്മൾ ഒരാളെ എതിർത്ത് സംസാരിച്ചാൽ നമ്മൾ എന്താണ് സിസ്റ്റത്തിന് വിരുദ്ധനായിട്ട് ചിത്രീകരിക്കപ്പെടും. നമ്മളെ അംഗീകരിക്കുന്നത്, നമ്മളെ അതുവരെ അംഗീകരിച്ച ആൾക്ക്, ഇപ്പം ഞാൻ പറയാറുണ്ട്, നമ്മളൊരു നല്ല അധ്യാപകനാണ്. ആർ സി എമ്മിനെ പറ്റി പറയാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആർ സി എമ്മിനെ നമ്മൾ സ്വീകരിച്ച് തരുമ്പോൾ അവരുടെ അഭിപ്രായം തന്നെ മാറ്റിക്കളയും. അത് എന്തൊരു നല്ല മനുഷ്യനായിരുന്നു, ഇപ്പം അതെന്താ ഉപ്പും മുളകും മല്ലിയുമായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഒറ്റപ്പെടുത്തലുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു റിയാലിറ്റി അല്ല.
മറ്റുള്ളവരുടെ അഭിപ്രായം, മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്, നിങ്ങളുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അതൊരു റിയാലിറ്റി അല്ല, ഇത് അവരുടെ അഭിപ്രായം മാത്രമാണ്. ഇപ്പം മറ്റൊരാളുടെ കയ്യിൽ 5000 രൂപ ഇരുന്നിട്ട് അയാൾ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് 5000 രൂപ തരാം. അത് എൻ്റെ കയ്യിൽ വരാത്തടത്തോളം കാലം അത് എൻ്റേതല്ല, അത് അവരുടേതാണ്. ഞാനത് സ്വീകരിക്കുമ്പോൾ മാത്രമേ അത് എൻ്റേതാകത്തുള്ളൂ. അവർ തന്നാലും ഞാനത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് എൻ്റേതല്ല. ഞാനത് സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റേതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് മറ്റൊരാളുടെ അഭിപ്രായം. അത് അവരുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങൾ കൊണ്ടുമാണ് അവരങ്ങനെ ഒരു സംസാരിക്കുന്നത്. അതൊരിക്കലും റിയാലിറ്റി അല്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മുടെ ലൈഫ് കളയാനുള്ളതല്ല. നമ്മൾ നമ്മളെ അറിയണം. ഞാൻ എങ്ങനെയാണെന്നുള്ള ഞാൻ അറിയുക. എന്നെക്കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. അതാണ് ശരിക്കും നമുക്ക് ബിസിനസ് വിജയിക്കാൻ വേണ്ടത്. അപ്പം ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രതിസന്ധികളുണ്ടാകും. അത് പലയിടത്തുനിന്നും പ്രതിസന്ധികളുണ്ടാവും. നമ്മൾ ഈ സിസ്റ്റത്തിൽ തന്നെ അറിയാം, അപ്ലൈ ചെയ്യുന്ന പ്രതിസന്ധി ഉണ്ടാവും, ഡൗൺ ലൈനിൽ നിന്നുണ്ടാവും, ഒത്തിരി പ്രതിസന്ധി വീട്ടുകാരിൽ നിന്നുണ്ടാവും, ബന്ധുക്കളിൽ നിന്നുണ്ടാവും. പക്ഷേ അവിടെയൊക്കെ മുന്നോട്ട് പോകണം. നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് കൊണ്ടുപോകണമോ പുറകോട്ട് പോകണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. എത്ര വലിയ ആളായിക്കോട്ടെ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനം അത്ര സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും കുനിഞ്ഞു നടക്കുന്നവരല്ല, നമ്മൾ എപ്പോഴും മുന്നോട്ട് നോക്കി നടക്കണം. കാരണം താഴോട്ട് നോക്കി നടക്കാനല്ല, നമ്മുടെ കണ്ണ് നമ്മുടെ ഏറ്റവും മുമ്പിലാണ് വെച്ചിരിക്കുന്നത്. അത് മുന്നോട്ട് നോക്കാൻ തന്നെയാണ്. മുന്നോട്ട് നോക്കി നടക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ മുന്നോട്ട് നോക്കി നടക്കാൻ ജീവിച്ചത് കൊണ്ടാണ്, പഠിച്ചത് കൊണ്ട് മാത്രമാണ് ആർസിഎമ്മിൽ ഇന്ന് ആർസിഎമ്മിന്റെ റൈസിംഗ് കോർഡിനേറ്ററായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എന്നെ ഇടയാക്കിയത്. അപ്പോൾ ഇത്രയും സുന്ദരമായ പ്രസ്ഥാനമാണ് TCG നമ്മുടെ കൈകളിലേക്ക് തന്നത്. TCGയുടെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറയാനുണ്ട്, ആർസിഎം എന്ന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം മനുഷ്യജീവനെ കൂടുതൽ സമൃദ്ധവും ആനന്ദപൂർണ്ണവുമൊക്കെയാണ്. മനുഷ്യജീവനെ കൂടുതൽ, ഇപ്പം ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ ജീവിതം കൂടുതൽ സമൃദ്ധമാകണമെങ്കിൽ, കൂടുതൽ ആനന്ദപൂർണ്ണമാകണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം TCG ഒരുക്കി തന്നിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ആർസിഎം എന്ന സിസ്റ്റം നമ്മുടെ കൈകളിലേക്ക് തന്നിട്ട് TCG പറഞ്ഞതാണ്, നിങ്ങളുടെ ജീവിതം ആനന്ദപൂർണ്ണമാണെങ്കിൽ, സമൃദ്ധമാകണമെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം എൻ്റെ കയ്യിലുണ്ട്. ആ പ്ലാറ്റ്ഫോമിനെ മനസ്സിലാക്കുക, ആ പ്ലാറ്റ്ഫോമിൽ കൂടി വിജയിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. അതുകൊണ്ട് ഗോപകുമാർ സാറ് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മീറ്റിങ്ങിൽ പറഞ്ഞു, ആർസിഎം ഈസ് എ പ്രൂവൺ സിസ്റ്റം. ആർസിഎം പ്രൂവ് ചെയ്ത് കാണിച്ചു. ധാരാളം സാധാരണക്കാർക്ക്, പരിഹാസം കേട്ടവർക്ക് വിജയിക്കാനുള്ളതാണ്, ഒറ്റപ്പെടുത്തലുകൾ കേട്ടവർക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് ആദ്യം വേണ്ടത് അവനവൻ്റെ ആത്മവിശ്വാസം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഏതൊരു വ്യക്തിക്ക് പറ്റുന്നോ തീർച്ചയായിട്ടും അവർക്ക് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിഎം എന്നുള്ളത്. അപ്പോൾ ഇതുപോലൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഇനി ഒരുപക്ഷെ നമുക്ക് കിട്ടാനില്ല. ഈ പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കിയ TCGയെ നമുക്ക് മനസ്സാ സ്മരിക്കാം. നമ്മുടെ എല്ലാ സീനിയർ ലീഡേഴ്സിനെയും നമുക്ക് മനസ്സാ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ എന്താണ് പൂർണ്ണ മനസ്സോടെ കമ്മിറ്റ്മെൻറ്റോടെ ഇരിക്കാം. ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് നമുക്കറിയാം, നമ്മളെല്ലാവരും ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഭാഗമാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിന് വരാൻ പോകുന്നത് എന്താണെന്ന് ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പല ആൾക്കാർക്കും അറിയണമെന്നില്ല. ഇന്ന് ഡയറക്റ്റ് സെല്ലിങ്ങിനെ ഒരു പ്രൊഫഷനായിട്ട് പല ആൾക്കാരും സ്വീകരിച്ചിട്ടില്ല. കാരണം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് കേട്ടാൽ തന്നെ ഓടി ഒളിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പം നമ്മുടെ ജോലി ഇരട്ടിയാണ്. ആദ്യം ഡയറക്റ്റ് സെല്ലിംഗ് തട്ടിപ്പല്ല എന്ന് ആൾക്കാരെ ബോധ്യമാക്കണം. അത് ഈസിയല്ല. കാരണം ഡയറക്റ്റ് സെല്ലിങ്ങിൽ തട്ടിപ്പുകളും വെട്ടിപ്പുകളും വഞ്ചനകളും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ നിയമങ്ങൾ വന്നു, എന്തൊക്കെ ഗൈഡൻസ് വന്നിട്ടുണ്ടും ഇന്നും നമുക്ക് കാണാം തട്ടിപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്, വെട്ടിപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്. ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഇതിനെ പഠിച്ചതിന് ശേഷം ഇതിനോടൊപ്പം എന്തെങ്കിലും ഒന്നുകൂടെ ചെയ്യാമെന്നും പറഞ്ഞ് പോകുന്നവരുമുണ്ട്. പക്ഷേ ആർസിഎം എന്ന ഈ സിസ്റ്റത്തെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാറിപ്പോകാൻ പറ്റില്ല. പല നെറ്റ്വർക്കുകൾ നാട്ടിൽ ഉണ്ട്, പക്ഷെ അതിലൊക്കെ തട്ടിപ്പും വെട്ടിപ്പും പലതും നടക്കാറുണ്ട്. നമ്മൾ അടുത്ത കാലത്ത് തന്നെ പാതി വല തട്ടിപ്പും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ തട്ടിപ്പുകളെ പറ്റിയും വെട്ടിപ്പുകളെ പറ്റിയും ഡയറക്റ്റ് സെല്ലിംഗ് അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് മനസ്സിരുത്തി ഉറപ്പിച്ചിരിക്കുന്ന ജനവിഭാഗങ്ങളിലേക്ക് ചെന്ന് അത് അങ്ങനെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്ന് അവരെ പറഞ്ഞ് ബോധ്യമാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച്. ആ ചലഞ്ച് ഭംഗിയായിട്ട് നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പം ചലഞ്ചസ് ചെറുതല്ല. 2010 ഞാൻ ആർസിഎം ഏറ്റെടുക്കുമ്പോൾ ആ ചലഞ്ച് വളരെ വലുതായിരുന്നു.
അന്ന് ആർ എന്ന 3 ലക്ഷം കേട്ട ആൾക്കാർ വളരെ കുറവ്. അതിന് ഷോപ്പുകൾ വളരെ വിരളം, പ്രൊഡക്റ്റുകൾ വളരെ കുറവ്. ആ സമയത്ത് എടുത്ത ചലഞ്ചിൻ്റെ 4-1 ഇന്ന് എടുക്കാൻ ഒരാൾക്ക് പറ്റിയാൽ ഞാൻ RCM സ്റ്റാർ എമറാൾഡിനേക്കാൾ 4 മടങ്ങ് സ്പീഡിൽ അവർക്ക് RCM സ്റ്റാർ എമറാൾഡാവും. കാരണം അത്ര സുഗമമായിട്ട് RCM മാറിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഷോപ്പുകളായി, ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളായി, പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ലീഡേഴ്സായി. ഞാൻ RCM വരുമ്പോൾ കേരളത്തിൽ എമറാൾഡ് ഉണ്ടോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമാണ്. 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടുന്ന ആൾക്കാർ വളരെ ഇല്ലെന്ന് തന്നെ പറയാം നമുക്ക് കേരളത്തിലെന്ന്. പക്ഷേ ഇന്ന് 10-35ഓളം ലീഡേഴ്സ് ഒരു മാസം 1 ലക്ഷത്തിന് മുകളിൽ RCM കൂടി വരുമാനം വാങ്ങുന്നവരുണ്ട്. അന്ന് RCM ആരോഗ്യം കിട്ടിയവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമില്ല. കാരണം അങ്ങനെ ഒരു RCM കൂടി ആരോഗ്യം കിട്ടുമെന്ന് പറയാൻ പറ്റുന്നവരാരുമില്ല, കിട്ടിയവരുമില്ല. വളരെ റയറായിട്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷേ ഇന്ന് RCM ഒരു മീറ്റിംഗിൽ നിന്നുകൊണ്ട് ഒരു 10-100 പേരുള്ള ഒരു മീറ്റിങ്ങിൽ RCM കൂടി ആരോഗ്യം കിട്ടിയവരെന്ന് കൈവെക്കാൻ പറഞ്ഞാൽ ഒരു നല്ല ശതമാനം ആൾക്കാരും കൈവെക്കും. കാരണം അവർക്ക് RCM കൂടി ആരോഗ്യപരമായ സവിശേഷതകൾ, നേട്ടങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. ഇനി വരുമാനം കിട്ടിയവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരും മിനിമം കൈപൊക്കിയിരിക്കും. കാരണം അത്രയും ആൾക്കാരുടെ ജീവിതത്തിലേക്ക് RCM ഈ പറഞ്ഞ മാറ്റങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ RCM എന്ന ഈ സംവിധാനം TCG പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ സമൃദ്ധമാക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ആനന്ദപൂർണ്ണമാക്കാനുള്ളതാണ്. RCMന്റെ പ്രാൺഗീത് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ ലാസ്റ്റ് 2 ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ എല്ലാ പ്രോഗ്രാമുകളിലും, കേരളത്തിലെ മിക്കവാറും പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ചില പ്രോഗ്രാമിൽ കാണില്ലെങ്കിൽ വടക്കേൻ്റെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനകത്ത് പ്രാൺഗീത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിൽ ഓരോ വരികളിൽ കൂടി, ഓരോ വാക്കുകളിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് RCMന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. RCM എന്തിനാണ്, RCM കൂടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാവും. അതിൻ്റെ അവസാനത്തെ 2 സെൻറ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പൂരനു ഹോഗി സബ്കി ആശ, ഈ RCM കി അഭിലാഷ. അപ്പോൾ RCMന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ പൂവണിയിക്കുക എന്നുള്ളതാണ്. നമുക്ക് വലിയ വാഹനങ്ങൾ വേണമെങ്കിൽ, വലിയ വീട് വേണമെങ്കിൽ, മക്കളുടെ വിദ്യാഭ്യാസം നന്നായിട്ട് നടത്തണമെങ്കിൽ, മക്കളുടെ കല്യാണം നന്നായിട്ട് നടത്തണം, നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എന്ത് ആഗ്രഹമായിക്കോട്ടെ, ഈ ആഗ്രഹങ്ങളുടെയൊക്കെ പൂർത്തീകരണമാണ് RCM എന്ന പ്രസ്ഥാനത്തിൽ കൂടി TCG വിഭാവനം ചെയ്യുന്നത്. പക്ഷേ TCGയുടെ വാക്കുകൾ തന്നെ എടുത്താൽ അദ്ദേഹം പറഞ്ഞത്, RCMൽ നിങ്ങൾ ഒരിക്കലും ഒരു വരുമാനം മോഹിച്ചാകരുത്, പണം മോഹിച്ചാകരുത് വരുന്നത്. പണം മോഹിച്ച് വരാൻ പാടില്ലാത്തൊരു ഡയറക്ട് സെല്ലിംഗ് ആണ് RCM. പണം എന്നുള്ളത് RCMന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. RCM വ്യക്തമായിട്ട് മനസ്സിലാക്കി RCMനെ ഒരു അഭിയാൻ, എന്താണ്, പ്രചരണ പരിപാടിയായിട്ട് ഇന്ത്യയിലുള്ള എല്ലാവരിലേക്കും ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയാൽ പണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. പണം നിങ്ങളെ തേടി എത്തിക്കൊള്ളും. പണത്തിന് വേണ്ടി RCM ഒന്നും ചെയ്യരുത്. പണത്തിന് വേണ്ടി ആരെന്ത് ചെയ്യുന്നു അവരൊക്കെ നശിച്ച ചരിത്രമേ ഉള്ളൂ. പണത്തിന് വേണ്ടി RCM ഒന്നും ചെയ്യരുത്. തുടക്ക സമയത്ത് ഒരുപക്ഷെ നമുക്ക് തോന്നാം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, പക്ഷേ RCMൽ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ RCMൽ നിന്ന് കിട്ടുന്ന പണം കണ്ട് നിങ്ങൾ മടുക്കുമെന്നാവും. നിങ്ങളുടെ കണ്ണുകൾ പണം കണ്ട് മടുക്കും. അത്ര പണമുള്ളൊരു പ്രസ്ഥാനം RCM TCG പറഞ്ഞിട്ടുണ്ട്. RCMൽ ബഹുത് പൈസ എന്ന് പറഞ്ഞാൽ RCMൽ ഇഷ്ടം പോലെ പണമുണ്ട്. പണം കണ്ട് മടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്നൊരു സംവിധാനം. പണത്തിന് വേണ്ടിയല്ല RCM എന്ന ഈ നന്മയിലേക്ക് വരേണ്ടത്. ഈ സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ സിസ്റ്റം നമുക്ക് എന്ത് തരുമെന്നുള്ള ശരിയായിട്ടുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തുടക്ക സമയത്ത് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കിട്ടണമെന്നില്ല. നമുക്കറിയാം, നമ്മളൊരു റബ്ബർ തോട്ടമോ അല്ലെങ്കിൽ ഒരു മാവിൻ്റെ തോട്ടമോ ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ ആദ്യത്തെ വർഷം അതൊന്നും തരില്ല. രണ്ടാമത്തെ വർഷം ഒരുപക്ഷെ ഒന്നും തരണമെന്നില്ല. പക്ഷേ 3-4 വർഷം കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ തുടങ്ങും. പക്ഷെ പിന്നീട് കിട്ടിക്കൊണ്ടേയിരിക്കും. എത്ര നാൾ കിട്ടും എന്നുള്ളത് നമുക്കറിയാം. വർഷങ്ങളോളം അതിൽ നിന്ന് ഫലം കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാലാണ് RCMൽ ആദ്യത്തെ ഒന്നാമത്തെ വർഷം കാര്യമായിട്ടൊന്നും കിട്ടണമെന്നില്ല. രണ്ടാമത്തെ വർഷം അല്പം എന്തെങ്കിലും കിട്ടും. മൂന്നാമത്തെ വർഷം അല്പം കൂടുതൽ കിട്ടാൻ തുടങ്ങും. 4-ാമത്തെ വർഷം മുതൽ 5-ാമത്തെ വർഷം മുതൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം കിട്ടാൻ തുടങ്ങും. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യത്തെ ഒരു 3 വർഷം 1000 ദിവസമെങ്കിലും മിനിമം RCM സിസ്റ്റത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിക്കുക. RCM ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, ഷോ ദ പ്ലാൻ. ആൾക്കാർക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കുക. ഷോ ദ പ്ലാൻ, ഷോ ദ പ്ലാൻ. ഒരു ദിവസം 2 പ്ലാൻ RCMന്റെ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം 2 പ്ലാൻ, 1000 ദിവസം കണ്ട് 2000 പ്ലാൻ, ഒരു മുടക്കവും കൂടാതെ വെറും 2000 പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം. അതിനകത്ത് തുടക്കത്തിൽ 2 പ്ലാൻ പറയുന്നു,
പിന്നീട് നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഓരോ ദിവസവും 2 പ്ലാൻ വെച്ച് 1000 ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരു സംശയമില്ല, ഒരു 4-ാമത്തെ വർഷം നിങ്ങൾ RCMന്റെ മിനിമം ടെക്നിക്കൽ അച്ചീവറാവും. മിനിമം 2-ാമത്തെ വർഷം. ഇതൊക്കെ ചിലപ്പോൾ 2 വർഷവും 3 വർഷവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇതൊക്കെ ടെക്നിക്കൽ അച്ചീവർ ആവാൻ പറ്റുമോ. ഇന്നലെ ഞാനൊരു വീഡിയോ ഒരു സൂം അല്ല, ഒരു യൂട്യൂബിൽ RCMന്റെ സീനിയർ ലീഡറായിട്ട് ഒരു സ്റ്റാർ സഫയർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ടീമിൽ ഒരാൾ ജോയിൻ ചെയ്തു. ഇത് 1-ാമത്തെ വർഷം കംപ്ലീറ്റ് ആകാൻ പോകുന്നു. ഒരു വർഷം കൊണ്ട് അദ്ദേഹം RCMന്റെ ടെക്നിക്കൽ അച്ചീവറായി. ഒരു വർഷമേ എടുത്തുള്ളൂ ടെക്നിക്കൽ അച്ചീവർ ആകാൻ. നമ്മുടെ നാട്ടിൽ ഒരു വർഷം കൊണ്ട് ടെക്നിക്കൽ അച്ചീവർ ആയവരുണ്ട്. എനിക്ക് തോന്നുന്നു അടൂര് രാജേന്ദ്രൻ സാറ് ഒരു വർഷം കൊണ്ടോ ടെക്നിക്കൽ അച്ചീവറായി. അപ്പൊ ഇതൊക്കെ സംഭവ്യമാണ്. RCMന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് ആ വ്യാപ്തിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് RCM നമുക്ക് സക്സസ് ആവാൻ പറ്റുക. അപ്പൊ നമ്മൾ RCM ബിസിനസ്സിൽ, അപ്പോൾ RCMന്റെ ഭാവിയെ പറ്റി ഞാൻ പറഞ്ഞു. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഭാവി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയണം. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടറായി, അദ്ദേഹം എൻറോൾ ചെയ്യുന്നു ഡോക്ടറായിട്ട്. ഒരാളെ പഠിപ്പിച്ച് വക്കീലാക്കുന്നു, അദ്ദേഹം വക്കീലായിട്ട് കോടതിയിൽ എൻറോൾ ചെയ്യണം. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അദ്ദേഹം എൻറോൾ ചെയ്യണം. അങ്ങനെ അവരുടെ പ്രൊഫഷൻ അവരുടെ പേരിൻ്റെ കൂടെ ചേർക്കാം. ഡോക്ടർക്ക് ഡോക്ടറിന് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. എഞ്ചിനീയർ അല്ലെങ്കിൽ വക്കീൽ, LLB, ഇതൊക്കെ അവരുടെ പേരിനോട് ചേർക്കാൻ പറ്റുന്നത് പോലെ ഭാവിയിൽ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ഡയറക്ട് സെല്ലിങ്ങിനെ അംഗീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ പഠിത്തം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പേരിന്റെ മുമ്പിൽ ഡയറക്ട് സെല്ലർ DS എന്ന് ചേർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അംഗീകൃത പ്രൊഫഷനായിട്ട് ഡയറക്ട് സെല്ലിംഗ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മാറാതെ അത് അത്ര വിദൂരമല്ല. നമ്മൾ അഭിമാനത്തോടെ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു പ്രൊഫഷനാണെന്ന് ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പേരിന് മുമ്പിൽ DS എന്ന ഒരു ഷോർട്ട് ഫോം വരാൻ പോകുന്ന ഒരു കാലത്തിലേക്ക് നമ്മളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ മനസ്സിൽ ഇന്നും സംശയങ്ങളുണ്ട്. പക്ഷെ ഒരു സംശയം വേണ്ട, ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരായ ആൾക്കാരുടെ എന്താണ് സ്പീച്ചിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: നാളെ നമ്മുടെ പേരിന്റെ മുമ്പിലും DS എന്നുണ്ടാകും, ഒരു പ്രൊഫഷൻ പോലെ ഉണ്ടാകും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണ്. കാരണം RCM തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് തുടങ്ങിയ സമയത്ത് ഇതിനൊരു മാന്യതയും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് മാന്യതയോടെ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സായിട്ട് ഡയറക്ട് സെല്ലിംഗ് മാറിയെങ്കിൽ അതിൽ ഇന്ത്യയിലെ നമ്പർ 1 പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം കൂടാതെ ആർക്കും പറയാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് RCM എന്നുള്ളത്. റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു നിലയിലേക്ക് ഡയറക്ട് സെല്ലിംഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏത് സിസ്റ്റത്തിൽ വിജയിക്കണമെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ആ സിസ്റ്റത്തിന് അനുരൂപനായ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. അത് വളരെ പ്രധാനപ്പെട്ട. ഞാനൊരു ഡയറക്ട് സെല്ലറായിട്ട് മാറണം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തൊരു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഡയറക്ട് സെല്ലർ. ഇപ്പം ഞാൻ RCMൽ സീനിയർ ലീഡറാണ്, ഞാൻ ആർക്കും ഒന്നും കൊടുക്കത്തില്ല, RCMനെ പറ്റി ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, എൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ വലുതാണ്, എൻ്റെ കുടുംബത്തിൽ ആരും സെയിൽ ചെയ്യുന്നില്ല, സെയിൽ ചെയ്യുന്ന എനിക്ക് നാണക്കേടാണ്, ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു, അതുകൊണ്ട് വിൽക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിച്ചിരുന്നാൽ അങ്ങനെയുള്ളവർക്കുള്ളതല്ല RCM. RCM എന്ന സിസ്റ്റത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അതുകൊണ്ടാണ് RCMന് അനുയോജ്യനായ ഒരു വ്യക്തിയായിട്ട്, അല്ലെ ഡയറക്ട് സെല്ലിങ്ങിന് അനുയോജ്യനായ ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുശേഷം മാത്രം മറ്റുള്ളവരൊക്കെ ചെയ്യാനുള്ള RCMല്ല. അപ്പം ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കണം. ഞാനൊരു ഡയറക്ട് സെല്ലർ ആണെന്ന് സ്വയം പഠിക്കുകയും ഒരു ഡയറക്ട് സെല്ലർ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുകയും, അത് കാരണം ഒരു ഡോക്ടർ ആകുമ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്താണ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്. ഒരു ഡോക്ടറായാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു വക്കീലായാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ഓരോന്നും പഠിപ്പിക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് എന്ന സിസ്റ്റത്തിൽ വന്നിട്ട് അതിലെന്ത് ചെയ്യണം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ ഡയറക്ട് സെല്ലിംഗിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരോടും ചോദിച്ചു. അതിനകത്തുണ്ടായിരുന്നവരെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ചില ആൾക്കാർ പറഞ്ഞു ജോയിൻ ചെയ്യിപ്പിക്കണം, ചില ആൾക്കാർ പറഞ്ഞു ഉപയോഗിക്കണം, ചില ആൾക്കാർ പറഞ്ഞു മറ്റുള്ളവരോട് പറയണം, ചില ആൾക്കാർ സെയിൽ നിന്ന്. കാരണം എല്ലാവരും ഏകാഭിപ്രായമല്ല പറഞ്ഞത്, പലതിനും പലതാണ്. പക്ഷേ ഒരു ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗിയെ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ രോഗിയെ ചികിത്സിക്കുക എന്നവർ പറയും. വക്കീലിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ വാദിക്കുക, അവിടെ വരണ്ടാവുന്നില്ല. അപ്പോൾ അവരവർ ചെയ്യുന്ന പ്രൊഫഷനിൽ അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പലരും പല അഭിപ്രായമാണ്. എന്താണ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല.
ആ ഒരു ഏകീകൃത രൂപം കൊണ്ടുവരാനാണ് യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ശ്രമിക്കുന്നത്. അതിനാണ് കോർ സ്റ്റേഷനൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാവരെയും RCM സിസ്റ്റം എന്താണെന്ന് കൃത്യതയോടെ ഒരുപോലെ ഒരേ കാര്യം പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഒരു ഏകീകൃത രൂപം വരും. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുകയും നമ്മൾ അതനുസരിച്ച് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ സിസ്റ്റത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം RCM സിസ്റ്റത്തിൽ വിജയിക്കണമെങ്കിൽ RCMന് അനുയോജ്യനായ ഒരു വ്യക്തിയായിട്ട് ഞാൻ എന്നെ മാറ്റണം. അപ്പം മുൻപ് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഈ സിസ്റ്റത്തിന് അനുയോജ്യനായ വ്യക്തിയായിട്ട് ഞാൻ മാറണം. നമുക്കറിയാം 7 കാർഡിനൽ റൂൾസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. ഇന്ന് മുതൽ ഞാൻ എങ്ങനെയായി തീരണം. അപ്പോൾ RCMന് അതിൻ്റെ സിസ്റ്റം ഉണ്ട്. RCMൽ ഇന്ന് മുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, 6 ബേസിക്സ് എന്താണെന്ന് ഞാൻ പഠിച്ച് അത് ചെയ്യണം. 8 കോർ സ്റ്റെപ്സ് എന്താണെന്ന് പഠിച്ച് ഞാനത് ചെയ്യണം. 7 കാർഡിനൽ റൂൾസ്. ഇന്നലെ എന്നെ എൻ്റെ ടീമിലെ ഒരു സ്റ്റാർ അച്ചീവർ വിളിച്ചു. അദ്ദേഹത്തിന് കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ, എൻ്റെ അപ്ലൈൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, എന്നെ തെറ്റായ സ്ഥലത്താണ് ജോയിൻ ചെയ്യിപ്പിച്ചത്, കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ. കാരണം നമുക്കറിയാം, അച്ഛനെയും അമ്മയും നിശ്ചയിക്കാനുള്ള അവകാശം നമുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ എവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു എന്നുള്ളത് നിങ്ങളുടെ അപ്ലൈ ചെയ്ത കാര്യമാണ്. അതിന് ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വന്നിട്ട് എന്ത് ചോദിച്ചു, എന്ത് ചെയ്തു? RCM വന്നിട്ട് എന്നോട് പറഞ്ഞ് 8 വർഷമായി, ഇതുവരെ സ്റ്റാർ അച്ചീവർ വരെ ആകാൻ പറ്റുള്ളൂ ഒരു പ്രാവശ്യം. അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പം എൻ്റെ ഈഗിൾ ലെവലോ മറ്റോ ആണ്. അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ RCM സിസ്റ്റത്തിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു 6 ബേസിക്സ്. യെസ് സർ, 6 ബേസിക്സ് എനിക്കറിയാം, ഞാൻ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, വളരെ നല്ലത്. 8 കോർ സ്റ്റെപ്സ് അറിയാവോ? ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മിണ്ടിയില്ല. ഞാൻ ചോദിച്ചാൽ അറിയാമെങ്കിൽ അറിയാമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു, അറിയില്ല സാറേ. ഞാൻ പറഞ്ഞു, 8 വർഷമായിട്ട് 8 കോർ സ്റ്റെപ്സ് ഇതുവരെ പഠിച്ചില്ല. 8 വർഷം, ഒരു വർഷം ഒരു പോയിന്റ് പഠിച്ചാൽ മതിയായിരുന്നു, 8 വർഷം കൊണ്ട് 8 പോയിന്റ് പഠിക്കാമായിരുന്നു. അപ്പോൾ അത് പഠിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അത് പഠിക്കാഞ്ഞത് കൊണ്ട് എന്താണ്, RCM സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുന്നില്ല. കാരണം RCMൽ വിജയിച്ചവർ 6 ബേസിക്സും 8 കോർ സ്റ്റെപ്സും 7 കാർഡിനൽ റൂൾസും ഫോളോ ചെയ്താണ് RCMൽ വിജയിച്ചത്. അപ്പോൾ സിസ്റ്റം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ്, ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സിസ്റ്റം എന്താണ്, ആ സിസ്റ്റത്തിൽ വിജയിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് 21 ഗോൾഡൻ റൂൾസായിട്ട് നമുക്ക് RCMലുണ്ട്. സുരേന്ദ്രൻ സാർ എന്ന മഹാനായ വ്യക്തി, നമ്മളെ ഡയമണ്ട്, അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ബിസിനസ് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണ്, സ്റ്റാഗ്നേഷൻ എത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, വിജയിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ, അദ്ദേഹം പറഞ്ഞു, വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, ഗോ ബാക്ക് ടു ബേസിക്. നിങ്ങൾ ബേസിക്കിലേക്ക് പോകൂ. വേറൊന്നും ചെയ്യാനില്ല ഈ സിസ്റ്റത്തിൽ വിജയിക്കാനായിട്ട്. അവിടെ നമ്മൾ ടെൻഷൻ അടിച്ചത് കൊണ്ടോ ലീഡേഴ്സിനെ കുറ്റം പറഞ്ഞത് കൊണ്ടോ കൂടെ വന്നവരൊന്നും ശരിയല്ല, ഞാൻ പുതിയ ആൾക്കാരെ തപ്പി ഇനി ഇറങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും RCM ബിസിനസ് വിജയിക്കാൻ പറ്റത്തില്ല. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യേണ്ടത് സഹായിക്കാൻ വേണ്ടി, അപ്ലൈന് നേട്ടം നേടാൻ വേണ്ടിയാണ്. മീറ്റിങ്ങിൽ പങ്കെടുക്കരുത്, ലീഡേഴ്സിന് ആട് കളിക്കാനുള്ള എന്തോ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തുകയും സ്വന്തം ടീമിനെ തന്നെ നിരുത്സാഹപ്പെടുത്തുകയും നമ്മൾ ഈ സിസ്റ്റത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ 10 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാലേ നിങ്ങളുടെ ടീം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കത്തുള്ളൂ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെച്ചാൽ നിങ്ങളുടെ ടീം 10 സ്റ്റെപ്പ് പുറകോട്ട് പോകും. ഇതൊരു അലിഖിത നിയമമാണ്. നമ്മൾ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങളുടെ ടീം 10 നെഗറ്റീവ് പറയും. പക്ഷേ നിങ്ങൾ 10 പോസിറ്റീവ് കാര്യം പറഞ്ഞാലേ നിങ്ങളുടെ ടീം ഒരു പോസിറ്റീവ് പറയത്തുള്ളൂ. ഈ ഒരു സിസ്റ്റം നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഈ സിസ്റ്റത്തിൽ കൂടി നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് മാത്രമല്ല, എൻ്റെ ടീമിനെ എനിക്ക് വിജയിപ്പിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ പഠിക്കുമ്പോഴാണ് ഞാൻ RCMന് അനുയോജ്യനായ ഒരു ഡയറക്റ്റ് സെല്ലറായിട്ട് മാറണം, ഒരു അനുയോജ്യനായ ഡയറക്റ്റ് സെല്ലറായിട്ട് മാറണം. ഇവിടെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പോസിറ്റീവ് പറയുന്നവരാണ്. കാരണം ലോക ചരിത്രത്തിൽ നെഗറ്റീവ് പറഞ്ഞ ഒരാളുടെ ഫോട്ടോയും ഒരിടത്തും ഇന്ന് വരെ വന്നിട്ടില്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോകളാണ് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കും അതുപോലെ ഒരു വ്യക്തിയാകണമെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും പോസിറ്റീവ് റിസൾട്ട് കൊണ്ടുവരികയും ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് ആണെന്ന് നമുക്കേ മനസ്സിലാകത്തുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ ചിലപ്പോൾ അത് പോസിറ്റീവ് ആണ് തോന്നണമെന്നില്ല, അവരെ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നേരായ കാര്യങ്ങളാണെന്ന് എത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യാൻ പഠിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവുകൾ, മറ്റുള്ളവരുടെ എന്താണ് വാക്കുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഒരിക്കലും റിയാലിറ്റി അല്ല. അത് അവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് അവരങ്ങനെ പറയുന്നത്. അതിനെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടാകണം. എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. TCG പറഞ്ഞു, സാർ ഇടയ്ക്കിടയ്ക്ക് നമുക്കത് ഇട്ട് തരാറുണ്ട്, അപ്ലൈൻ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല.
കാരണം വ്യക്തികളാകുമ്പോൾ അവരെടുക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ പല തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ അപ്ലൈൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് സ്വയം ബോധ്യമാകണം. ബോധ്യമാണെങ്കിൽ സിസ്റ്റം എന്താണെന്ന് കൃത്യം പഠിക്കണം. നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ച് നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെന്ന് നമുക്ക് ബോധ്യം വരുമ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞ് തെറ്റാണോ ശരിയാണോ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ സിസ്റ്റം കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അനുയോജ്യനായ ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സിസ്റ്റത്തിൽ വിജയിക്കണം. അങ്ങനെ സിസ്റ്റത്തിൽ വിജയിക്കണമെങ്കിൽ അനുയോജ്യനായ ഒരു വ്യക്തിയായതിനു ശേഷം നമുക്കൊരു റിട്ടേൺ ഗോൾ ഉണ്ടാകണം. ഇത് ഞാൻ എപ്പോഴും പറയുന്നത്, റിട്ടേൺ ഗോൾ. മനസ്സിൽ ഗോൾ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കൊരു ലക്ഷ്യം മനസ്സിൽ ചിന്തിക്കാൻ പറ്റണം. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തണം. ഡോക്ടർ ആകണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്കേ ഡോക്ടറാകാൻ പറ്റത്തുള്ളൂ. എനിക്കൊരു വക്കീലാകണമെന്ന് ഒരു കുട്ടി പറഞ്ഞാൽ ആ കുട്ടി അതിനനുസരിച്ച് പഠിക്കുമ്പോഴാണ് അദ്ദേഹം വക്കീലായി മാറുന്നത്. അപ്പോൾ മനസ്സിൽ ആദ്യം ആഗ്രഹം ജനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. എൻ്റെ മനസ്സ് എനിക്ക് നല്ല വീട് വേണം. ഈ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ എന്ന് വരുമോ അന്നാണ് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിലോ എനിക്കൊരിക്കലും എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്താൻ പറ്റില്ല, എൻ്റെ ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യമില്ലാത്തവർക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല. ആർസിഎമ്മിൽ ആദ്യം വേണ്ടത് ഒരു റിട്ടേൺ ഗോൾ. മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതി വെക്കണം. എൻ്റെ റിട്ടേൺ ഗോൾ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ഗോൾ ഇതാണെന്ന് എഴുതി വെക്കുകയും അതിനെ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യണം. ഡെയിലി വിഷ്വലൈസ് ചെയ്യണം. എൻ്റെ സ്വപ്നം എന്താണെന്ന് ആദ്യം നിശ്ചയിച്ചതിന് ശേഷം ഡെയിലി ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുക, ഈ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താൻ പറ്റും. അതാണ് പലപ്പോഴും കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ, ഡോക്ടറാണെന്ന് ചിന്തിച്ച കുട്ടികൾ, പൈലറ്റ് ആണെന്ന് ചിന്തിച്ച കുട്ടികൾ എന്താ ചെയ്യുന്നത്? അവരവരുടെ ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ദിവസവും വിഷ്വലൈസ് ചെയ്യും. ആ സ്വപ്നം അവരെന്നും കാണും. അതിങ്ങനെ കണ്ട് 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 കണ്ടാണ് അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഇവിടെ അത് തന്നെയാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആദ്യം ആ ലക്ഷ്യം എന്താണെന്ന് എഴുതി വെക്കണം. അത് എന്നാണ് നേടാൻ പോകുന്നത് എഴുതി വെക്കണം. എന്നിട്ട് അത് വിഷ്വലൈസ് ചെയ്യുക. ഡെയിലി അത് കണ്ടുകൊണ്ടേയിരിക്കുക. ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക. ഡെയിലി അതിനെ ഓർത്തുകൊണ്ടേയിരിക്കുക. വിഷ്വലൈസ് യുവർ ഗോൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ ആഗ്രഹം വന്നിട്ട് അത് വിട്ടുകളഞ്ഞാൽ തീർന്നു, നമുക്ക് നേടാൻ പറ്റത്തില്ല. അപ്പം വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്, ഗോൾ എഴുതിയതുകൊണ്ട് മാത്രമായില്ല, വിഷ്വലൈസ് ചെയ്യണം. എന്നും ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു കംപ്ലീറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ് അതിന് വേണ്ടത്. ഞാൻ ആ കണ്ട സ്വപ്നങ്ങൾ ഞാൻ നേടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ആ സ്വപ്നത്തെ ചേസ് ചെയ്യണം, അതിൻ്റെ പുറകെ കൂടണം. അങ്ങനെ കൂടിയാൽ, കാരണം ആർസിഎമ്മിൻ്റെ പ്ലാറ്റ്ഫോം വളരെ പവർഫുള്ളാണ്. നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും അത് നേടിത്തരാൻ പര്യാപ്തമാണ് ആർസിഎമ്മിൻ്റെ സിസ്റ്റം. അത് എന്ന് ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പുറകോട്ടോ മുന്നോട്ടോ ഒന്നും നോക്കണ്ട, പുറകോട്ട് സൈഡിലോട്ടോ ഒന്നും നോക്കണ്ട, നേരെ മുന്നോട്ട് നോക്കുക. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾ അവിടെ എത്തുക ചെയ്യും. അവിടെ എത്തിയതിനു ശേഷം തിരിഞ്ഞു നോക്കാവും. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ യാത്ര ഒട്ടും സുഗമമായിരുന്നില്ല. കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞൊരു യാത്രയായിരുന്നു അത്. ആ പ്രോസസ്സ് അതിഭയാനകമായ ഒരു പ്രോസസ്സ് ആയിരുന്നിരിക്കാം. അതിനു മുമ്പ് ആ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കടന്നു വന്ന വഴികൾ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ് എന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ തിരിഞ്ഞു നോക്കുന്നത് ഇടയ്ക്ക് വെച്ച് ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രമേ തിരിഞ്ഞു നോക്കാവൂ. ആ തിരിഞ്ഞു നോട്ടം അവസാനമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ തുടക്കത്തിൽ തന്നെ തിരിഞ്ഞു നോക്കും. ഇത്രയും നാൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടി? നമ്മുടെ സുരേന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ട്, ആശ്രമിൽ ജോയിൻ ചെയ്തിട്ട് ഉടനെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ പോയി നോക്കുന്നവർക്കും ചിലവ് എത്രയെന്ന് എഴുതി വെച്ച് കണക്ക് നോക്കിയിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നവർക്കുള്ളതല്ല ആർസിഎം. ആർസിഎമ്മിൻ്റെ അക്കൗണ്ടിൽ പോയി ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുക. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര പുറകോട്ട് നോക്കിയാൽ കിട്ടത്തില്ല, മുന്നോട്ട് തന്നെ നോക്കുക. അപ്പോൾ എത്ര രൂപ ചിലവായി ഇതുവരെ, എൻ്റെ ചിലവ് എത്രയാണെന്ന് എഴുതി വെക്കുക. എൻ്റെ അക്കൗണ്ടിൽ വന്ന വരുമാനം എത്രയാണെന്ന് നോക്കുക. ഇതൊന്നും അല്ല നോക്കേണ്ടത്. ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുക. ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏറ്റെടുത്ത കഷ്ടപ്പാടുകൾ എത്രയായിരുന്നു, നിങ്ങൾ ചിലവാക്കിയത് എത്രയായിരുന്നു. അപ്പോൾ മാത്രമേ നോക്കാവൂ. ഇപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ കംപ്ലീറ്റ് കമ്മിറ്റ്മെൻ്റ് ആണ് വേണ്ടത്. കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റ്. ചെറിയൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നും പോരാ. കംപ്ലീറ്റ് കമ്മിറ്റ്മെൻ്റ് എന്നുള്ള വാക്കിൽ നമ്മൾ കംപ്ലീറ്റോട് ചേർക്കുക. കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റ്. അപ്പം ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് വിജയിക്കണം. നമ്മളൊരു നിൽക്കുന്ന ഫീൽഡ് ഏതുമായിക്കോട്ടെ അത് ജീനിയസ് ആകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട. ജീനിയസ് ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 5C ഞാൻ പലപ്പോഴും പറയാറുണ്ട്. 5C വളരെ പ്രധാനമുണ്ട്. ഒന്ന്, ജീനിയസ് ആകാൻ കമ്പാരിസന് പോകരുത്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കമ്പാരിസൺ നമ്മളിപ്പോൾ സ്കൂളിൽ വെച്ചൊക്കെ പറഞ്ഞ കുട്ടികളെ തമ്മിൽ കമ്പാരിസൺ നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കും. കാരണം അവനോടൊപ്പം എനിക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കമ്പാരിസൺ നമുക്ക് ഒരിക്കലും ഉണ്ട്. കമ്പാരിസൺ പാടില്ല. രണ്ടാമത്തേതാണ് കോമ്പറ്റീഷൻ. മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും കോമ്പറ്റീഷന് പോകരുത്. കോമ്പറ്റീഷൻ അവനവനോട് തന്നെ ആയിരിക്കണം. ഇന്നലത്തേക്കാൾ ഇന്ന് ഞാൻ മെച്ചപ്പെടുത്തും. ഞാൻ ചെയ്തത് പോരാ, ഞാൻ ഇന്നലെ ഒരു ജോയിനിങ്ങേ ചെയ്തുള്ളൂ,
അതുകൊണ്ട് ഇന്ന് 2 ജോലി ചെയ്യണം. ഇന്നലെ ഞാൻ 100 രൂപയുടെ സാധനം വിറ്റുള്ളൂ, ഇന്ന് ഞാൻ 1000 രൂപയുടെ സാധനം വിൽക്കും. അപ്പോൾ ഇന്നലത്തെ ഇതിനെ ഞാൻ എന്നോട് തന്നെ കമ്പയർ ചെയ്യണം. അപ്പോൾ കമ്പാരിസൺ വളരെ പ്രധാനപ്പെട്ട, സോറി, കോമ്പറ്റീഷൻ. ഞാൻ എന്നോട് തന്നെ മത്സരിക്കണം. മറ്റുള്ളവരോട് മത്സരിക്കാതെ എനിക്ക് മറ്റൊരു വ്യക്തിയാകാൻ പറ്റില്ല. എനിക്ക് ഞാനായി തീരാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഞാനായി തീരണമെങ്കിൽ ഞാൻ എന്നോട് തന്നെ കോമ്പറ്റീഷൻ, മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ ഒരിക്കലും പോകാൻ പാടില്ല. കോംപ്ലക്സുകൾ പാടില്ല. ഞാൻ അവനേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ആളാണ്, അവൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, മറ്റുള്ളവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല. ഇത് മാറ്റണം. കോംപ്ലക്സുകൾ പാടില്ല. മൂന്നാമത്തെ ആണ് കോംപ്ലക്സുകൾ ഒരിക്കലും പാടില്ല. ആക്സെപ്റ്റ് ആസ് യു ആർ. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ സ്വീകരിക്കുക. ഇൻഫീരിയർ ആണെന്നോ സുപ്പീരിയർ ആണെന്നോ ഈ ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക. ഞാൻ ആരാണോ എന്നെ അങ്ങനെ തന്നെ സ്വീകരിക്കുക. എൻ്റെ പൊട്ടൻഷ്യലുകൾ ഞാൻ തിരിച്ചറിയുക. എൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഒരു ക്ലോക്ക് ഓരോ സെക്കൻഡ് പിന്നിടുമ്പോഴാണ്, ഇപ്പം ഓരോ സെക്കൻഡ് അത് യാത്ര, എത്ര പതുക്കെയാണ് ഒരു ക്ലോക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ എൻ്റെ റിസൾട്ട് നോക്കൂ. അപ്പോൾ പതുക്കെ ആയാലും നമുക്ക് വിജയിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, കമ്പാരിസന് പോവുകയോ കോമ്പറ്റീഷന് പോവുകയോ കോംപ്ലക്സുകൾ വെച്ച് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആക്സെപ്റ്റ് ആസ് യു ആർ. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ കമ്മിറ്റ്മെൻറ്റോട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. അടുത്തതാണ്, കംഫർട്ട് സോണിൽ ഇരിക്കാൻ പാടില്ല. കംഫർട്ട് സോൺ, ചെറിയ ചെറിയ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ജീവിക്കാൻ. ചെറിയൊരു വീട് കാണും, ചെറിയൊരു വരുമാനം കാണും, ചെറിയ ചെറിയ ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഹിന്ദി പറയാറുണ്ട്, അച്ഛാ ജിന്ദഗി മഹാൻ ജിന്ദഗി കാ ദുസ്മൻ. അച്ഛാ ജിന്ദഗി, മോശമില്ലാത്തൊരു ജീവിതം, മഹാൻ ജിന്ദഗി കാ ദുസ്മൻ, ഒരു ശത്രുവാണ് ശരിക്കും. ചെറിയ ശമ്പളമുള്ള ജോലിയുണ്ട്, ഞാൻ അതിൽ ഒതുങ്ങിക്കൂടുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒതുങ്ങിക്കൂടുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാതെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക. തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. ഇതൊക്കെ കംഫർട്ട് സോൺ വിട്ടുവരുമ്പോൾ നമുക്കറിയാം വളരെയധികം പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ വിട്ടുവരാതെ നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റത്തില്ല. ഇനി അടുത്തത് ക്രിയേറ്റീവ് സോൺ. ക്രിയേറ്റീവ് സോൺ, പുതിയതായി എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. വിജയിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം. ഒരു എക്സ്പെരിമെൻ്റ് സ്റ്റേജിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക. പരാജയം ഉണ്ടാവും, ശ്രമിക്കും തോറും പരാജയം. നമുക്കറിയാം, സൈക്കിള് പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർ സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ സൈക്കിളിൽ നിന്ന് വീണിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാണ് പരാജയം വരിക. പരാജയം ഒന്നിൻ്റെ അവസാനമല്ല, ഒരു തുടക്കം മാത്രമാണ്. നമുക്കറിയാം, ബൾബ് ഫിലമെന്റ് കണ്ടുപിടിച്ച ആൾ 10,000 തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം അതിൽ സക്സസ് ആയത്. 10,000 തവണ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ട് 10,000 തവണ പരാജയപ്പെട്ടിട്ടും അത് നിർത്താതിരിക്കുക. തോമസ് ആൽവാ എഡിസണോട് ചോദിച്ചു, നിങ്ങൾ ഈ ഫിലമെന്റ് കത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നിരിക്കും? അദ്ദേഹം പറഞ്ഞു, ഒരു സംശയം വേണ്ട, ഞാൻ എൻ്റെ പരീക്ഷണശാലയിലായിരുന്നിരിക്കും. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ വിജയിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല നിങ്ങളോട് സംസാരിക്കാൻ. ഞാൻ ഇന്നും എൻ്റെ പരീക്ഷണശാലയിൽ അത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതായിരിക്കണം നമ്മുടെ മനോഭാവം. റിസൾട്ട് വരുന്നത് വരെ ഒരിക്കലും പുറകോട്ട് നോക്കുന്ന അനുഭവം ഉണ്ടാകരുത്. അപ്പം ജീനിയസ് ആണെങ്കിൽ കമ്പാരിസന് പോകരുത്, കോമ്പറ്റീഷന് പോകരുത്, കോംപ്ലക്സുകൾ പാടില്ല, കംഫർട്ട് സോൺ ഇരിക്കാൻ ശ്രമിക്കരുത്. ക്രിയേറ്റീവ് സോണിലേക്ക് നമ്മൾ മാറണം. പുതിയ പുതിയ കാര്യങ്ങൾ, ഇന്നോവേഷൻ കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. ഇനി ആർസിഎമ്മിലേക്ക് കടന്നു വന്നാൽ ഇതൊക്കെ വിജയത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. നെറ്റ്വർക്ക് മാർക്കറ്റ് വിജയിക്കുക, ജീവിതത്തിൽ വിജയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റ്. അനുയോജ്യമായ വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു, ഒരിക്കലും അത് എളുപ്പമല്ല. ഈ സിസ്റ്റത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരും. ഒന്നാമത്തെ ഫോക്കസ് ജോയിനിങ്ങിനാണ്. പുതിയ പുതിയ ആൾക്കാരെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. ഫോക്കസ് ഓൺ ജോയിനിങ്. പുതിയ പുതിയ ആൾക്കാരെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞു, ഒരു 1000 ദിവസം ഇത്രയും മതി. 1000 ദിവസം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, 2 പേരെ ഒരു ദിവസം പ്ലാൻ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് 1000 ദിവസം നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഫോക്കസ് ഓൺ ജോയിനിങ്, പുതിയ പുതിയ ആൾക്കാരെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. എത്ര കൂടുതൽ ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ആർസിഎം എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ ന്യൂ ജോയിനിങ്. ഇന്ന് നമുക്ക് ഏറ്റവും കുറവുള്ളതും ജോയിനിങ് ആണ്. ഒരു ടീം ആയി കഴിഞ്ഞാൽ പലപ്പോഴും ജോയിനിങ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ഈ സിസ്റ്റം ഡയറക്റ്റ് സെല്ലിങ്ങിൽ പുതിയ പുതിയ ആൾക്കാർ വന്നേ പറ്റത്തുള്ളൂ. പുതിയ പുതിയ ആൾക്കാരിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിയേ പറ്റത്തുള്ളൂ. പുതിയ പുതിയ ആൾക്കാരിലേക്ക് പ്ലാൻ എത്തിയേ പറ്റത്തുള്ളൂ. സിസ്റ്റം എത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ അടിസ്ഥാന നിയമമാണ്. ഫോക്കസ് ഓൺ ന്യൂ ജോയിനിങ്.
എത്ര കൂടുതൽ ജോയിനിങ് കൊണ്ടുവരാൻ പറ്റും അത്ര കൂടുതൽ ജോയിനിങ്ങിൽ കൊണ്ടുവരിക. ഇനി രണ്ടാമത് ജോയിനിങ് മാത്രം പോരാ, ജോയിൻ ചെയ്ത ആൾക്കാരെ സജീവരാക്കുക, സക്രിയരാക്കുക. സജീവമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കൊണ്ടുവന്ന ആൾക്കാരെല്ലാം 6 മാസം കഴിയുമ്പോൾ, 7 മാസം കഴിയുമ്പോൾ, 8 മാസം കഴിയുമ്പോൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അവർ സക്രിയരല്ല, എന്ന് പറഞ്ഞാൽ സജീവരല്ല. അപ്പോൾ ജോയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ജോയിൻ ചെയ്ത ആൾക്കാരെ സജീവരാക്കി നിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സജീവരാക്കാനായിട്ട് ഫോക്കസ് ഓൺ കൺസിസ്റ്റൻസി. അതാണ് ആശയം കൺസിസ്റ്റൻസി കൊണ്ടുവന്നത്. 6 മാസത്തെ കൺസിസ്റ്റൻസി പർച്ചേസ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തണമെങ്കിൽ, നിലനിർത്തുക എന്നുള്ള ഏറ്റവും കൺസിസ്റ്റൻസിക്ക് വളരെയധികം പ്രാധാന്യമാണ് നമ്മുടെ സിസ്റ്റത്തിൽ. ഇപ്പോൾ പർച്ചേസിൻ്റെ കാര്യത്തിൽ, ജോയിനിങ്ങിൻ്റെ കാര്യത്തിൽ, ഏതൊക്കെ മേഖലയിൽ കൺസിസ്റ്റൻസി വേണോ അതെല്ലാം തുടർച്ചയായിട്ട് നടക്കണം. അപ്പോൾ ഫോക്കസ് ഓൺ കൺസിസ്റ്റൻസി. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സിസ്റ്റത്തിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വളർച്ച കൊണ്ടുവരാനാണ് ഫോക്കസ് ഓൺ വൈറ്റൽ ലെവൽസ്. വൈറ്റൽ ലെവലിൽ ഫോക്കസ് ചെയ്യുക. കാരണം താഴെ ബിസിനസ് നടന്നാൽ മുകളിലേക്ക് ആ ബിസിനസ് എല്ലാം വരും. താഴെ ബിസിനസ് നടന്നില്ലെങ്കിൽ മുകളിൽ നിന്നൊന്നും വരാൻ പോകുന്നില്ല, മുകളിലേക്കൊന്നും വരാൻ പോകുന്നില്ല, മുകളിൽ നിന്നൊന്നും സംഭവിക്കത്തില്ല. സംഭവിക്കുന്ന മുഴുവൻ താഴെയാണ്. നമുക്കറിയാം, റോക്കറ്റ് അതിന് തീ കത്തിക്കുന്ന മുകളിലല്ല, താഴെയാണ്. അപ്പോഴാണ് അത് വളരെ എന്താണ് ഹൈ സ്പീഡിലേക്ക് മാറുന്നത്. അപ്പം ഫോക്കസ് ഓൺ വൈറ്റൽ ലെവൽ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിഗിനറിൽ ഫോക്കസ് ചെയ്യുക, സ്റ്റാർട്ടറിൽ ഫോക്കസ് ചെയ്യുക, ഓപ്പണറിൽ ഫോക്കസ് ചെയ്യുക, ഈഗിൾ, ഇതിലൊക്കെ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ടീമിൽ എത്ര വൈറ്റൽ ലെവൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഫോക്കസിങ് അവിടെയാണ് കൂടുതൽ വേണ്ടത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് വേണ്ടത് വൈറ്റൽ ലെവലിലാണ്. ടീമിൽ ധാരാളം വൈറ്റൽ ലെവൽ അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. ഇത് വളരെ ഈസിയാണ്, വളരെ ഈസിയാണ്. പുതിയ ഒരാളെ പോലും നമുക്ക് RCMലേക്ക് കൊണ്ടുവന്നാൽ, അല്ലെ വൈറ്റൽ ലെവലിലേക്ക് കാണും. മണി ഈസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ ഫാക്ടർ. മണി ഈസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ ഫാക്ടർ എന്നാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഇൻകം, 1000 രൂപ, 2000 രൂപ, 5000 രൂപ, 10000 രൂപയൊക്കെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. അപ്പോൾ ഈ ഒരു മണി മോട്ടിവേഷൻ അവർക്ക് കൊടുക്കണമെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ കണ്ടാലേ അവർ വിശ്വസിക്കുള്ളൂ. പല ആൾക്കാരും കണ്ട് വിശ്വസിക്കുന്നവരാണ്. കേട്ട് വിശ്വസിക്കുന്നതിനേക്കാളുപരി കണ്ട് വിശ്വസിക്കുക. എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ വരുമ്പോൾ എനിക്കൊരു വിശ്വാസം വരുന്നു, 2000 രൂപ വരുമ്പോൾ വിശ്വാസം വരുന്നു, 5000 രൂപ വരുമ്പോൾ വിശ്വാസം വരുന്നു, 10000 രൂപ എൻ്റെ അക്കൗണ്ടിൽ വരുമ്പോൾ എനിക്ക് വിശ്വാസം വരും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 10000 രൂപ എന്നാൽ വിശ്വാസം വളരെ വലുതായിരിക്കും. അപ്പം സാധാരണക്കാരുടെ ബിസിനസ്സാണിത്. നമ്മൾ നോക്കിയുള്ളൂ, ലോകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലോകത്തുണ്ടായ വലിയ മണിമന്ദിരങ്ങൾ, വലിയ ബ്രിഡ്ജുകൾ, വലിയ റോഡുകൾ, ലോകത്തുണ്ടായ എല്ലാ വലിയ സംവിധാനങ്ങളും ഉണ്ടായത് സാധാരണക്കാരിൽ കൂടെയാണ്. അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് വലിയ പണി ചെയ്യുന്നത് സാധാരണക്കാരാണ്. ചെയ്യിച്ചത് ഒരു പക്ഷേ എഞ്ചിനീയർ ആയിരിക്കാം, സൂപ്പർവൈസർ ആയിരിക്കാം, അത് ആരുമായിരിക്കും, പക്ഷേ ചെയ്തത് സാധാരണക്കാരാണ്. സാധാരണക്കാരെ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മളൊരു സൂപ്പർവൈസറുടെ സ്ഥാനത്തേക്ക് ഉയരണം. ഒരു സൂപ്പർവൈസർക്ക് ഏതൊരു സാധാരണക്കാർ, അവർക്ക് അക്ഷരാഭ്യാസം വേണമെന്നില്ല, അവർക്ക് ടെക്നോളജി ഒന്നും അറിയണമെന്നില്ല, പക്ഷേ അവർ ചെയ്യുന്നത് വലുതായിട്ട് മാറണമെങ്കിൽ അതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയായിട്ട് എനിക്ക് മാറാൻ പറ്റിയാൽ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ വൈറ്റൽ ലെവൽ, ഞാൻ RCMനെ പഠിച്ചു, മനസ്സിലാക്കി. എൻ്റെ ടീമിൽ ഒരു വൈറ്റൽ ലെവൽ, ഒരു ബിഗിനറെ കൊണ്ടുവരിക, ഒരു സ്റ്റാർട്ടറെ കൊണ്ടുവരിക, ഒരു ഈഗിളെ കൊണ്ടുവരിക, ഒരു സ്റ്റാർ വരെ എത്തിച്ചു കഴിഞ്ഞാൽ ആലോചിക്കുള്ളൂ. ഒരു സാധാരണക്കാരൻ്റെ അക്കൗണ്ടിൽ 15000 രൂപ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം വർക്ക് ചെയ്യാൻ തയ്യാറാവും. വൈറ്റൽ ലെവലിനെ ഫോക്കസ് ചെയ്യാന്ന് വളരെ പ്രധാനപ്പെട്ട. ഫോക്കസ് ഓൺ വൈറ്റൽ ലെവൽ ആൻഡ് ഫോക്കസ് ഓൺ ഡെപ്ത് ബിൽഡിംഗ്. ഏറ്റവും പ്രധാനം ഈ വൈറ്റൽ ലെവൽ ഉണ്ടാകുന്ന ഡെപ്ത് ബിൽഡിംഗ് വളരെ പ്രധാനപ്പെട്ട. ഫോക്കസ് ഓൺ ഡെപ്ത് ബിൽഡിംഗ്. A സൈഡ് ഉള്ളവരുണ്ട്, B സൈഡ് ഉള്ളവരുണ്ട്. അപ്പം എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് പലർക്കും സംശയമാണ്. ഒരു സംശയമില്ല. ആസ് എ സീനിയർ ലീഡർ ഡെപ്ത് ബിൽഡ് ചെയ്യുക. കഴിഞ്ഞ ദിവസം കണ്ട് സുഭാഷ് സാറ് തൻ്റെ വണ്ടിയിൽ സാധനങ്ങളുമായിട്ട് ഡെപ്തിലേക്ക് ഇറങ്ങിച്ചിരുന്നത് നിങ്ങൾ കണ്ടു. ഒരു സീനിയർ എമറാൾഡാണ്. അദ്ദേഹത്തിന് വീട്ടിൽ ഇരുന്നാലും 1,00,000 മുകളിൽ വരുമാനം കിട്ടും. എന്തിനാണ് അദ്ദേഹം ഡെപ്ത് ബിൽഡിങ്ങിലേക്ക് ഇറങ്ങിയത്? കാരണം നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. നമ്മൾ എവിടെയാണോ തുടങ്ങിയത് അത് ഇന്നും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സീനിയറായി ശരിയാണ്, പക്ഷേ ഈ സിസ്റ്റത്തിൽ ഡയറക്ട് സെല്ലറാണ് ഞാൻ. എത്ര ലെവൽ പണ്ടൽ ഞാൻ അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കാൻ പാടില്ല എന്ന് പറയും. അതിൻ്റെ കാര്യം ഇതാണ്, നമ്മൾ എവിടെ നിന്നാണ് വന്നത് നമ്മൾ തിരിച്ചറിയുക. വീടാന്തരം ഉൽപ്പന്നങ്ങൾ കൊടുത്താണ് നമ്മൾ RCMന്റെ സിസ്റ്റത്തിൽ ഇന്ന് ഈ കാണുന്ന വലിയ ലെവലിലേക്ക് എത്തിയെങ്കിൽ തുടക്കത്തിൽ നമ്മൾ എന്താണോ ചെയ്തത്. അത് ഞാൻ പലപ്പോഴും പറയുന്നത്, ബിസിനസ്സിൽ പരാജയം അല്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ തുടക്കം ഓർക്കൂ. ഗോ ബാക്ക് ടു ബേസിക്. അവിടേക്ക് നിങ്ങൾ തിരിച്ചു പോകൂ. RCM ഇന്ന് ജോയിൻ ചെയ്യുന്ന ആൾ ഇന്നലെ വരെ ജോയിൻ ചെയ്യാത്തവരെ വിട്ടു, ഇന്നലെ വരെ ജോയിൻ ചെയ്തവരെ വിട്ടോളൂ. ഇന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തിയും നാളെ RCMൽ റോയൽറ്റി എത്തും. ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളായിരിക്കും നാളെ RCMൽ എമറാൾഡ് ആകാൻ പോകുന്നത്. കാരണം RCMൽ എന്ന് ജോയിൻ ചെയ്യുന്നില്ല, എന്ന് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ് പ്രത്യേകത. അപ്പോൾ ഇന്ന് ചെയ്യുന്ന ആൾക്ക് നാളെ എമറാൾഡ് ആകാൻ പറ്റുമെങ്കിൽ ഇന്നലെ ജോയിൻ ചെയ്ത ആൾക്ക് എന്തുകൊണ്ട് എമറാൾഡ് ആകാൻ പറ്റിക്കൂടാ? ഇന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്ക് നാളെ RCMൽ ഡയമണ്ട് ആകാം. നാളെ എന്ന് പറഞ്ഞാൽ
വരും കാലത്ത് ഡയമണ്ട് ആകാം. അപ്പോൾ ഇന്നലെ ജോയിൻ ചെയ്ത ആൾക്കത് പറ്റില്ലേ? സോ ഗോ ബാക്ക് ടു ബേസിക്. തുടക്കത്തിലേക്ക് തിരിച്ചു പോകൂ. നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഗോ ബാക്ക് ടു ബേസിക്. നിങ്ങൾ പഴയ കാര്യത്തിൽ തിരിച്ചു പോകൂ. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങൾക്കിപ്പോൾ ആവശ്യത്തിലധികം അറിവുണ്ട്, ആവശ്യത്തിലധികം എന്താണ് കഴിവുണ്ട്. തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കുണ്ടായതിനേക്കാൾ എത്രയോ മടങ്ങ് കഴിവ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ആർജിച്ചെടുത്തു. ഇനി ആ അറിവും ആ കഴിവും ആ സമയവും താല്പര്യം എല്ലാം കൂടെ കോർത്തിണക്കൊണ്ട് തുടക്ക സമയത്ത് എന്താണോ നിങ്ങൾ ചെയ്തത് അത് ഇന്ന് തുടങ്ങിയാൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ ബിസിനസ് പണ്ടത്തേനേക്കാൾ എത്രയോ മടങ്ങ് സ്പീഡിൽ പോകും. പക്ഷേ ആൾക്കാർ ചെയ്യുന്നില്ല. ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഫോക്കസ് ഓൺ ഡെപ്ത് ബിൽഡിംഗ്. ഏറ്റവും ഡെപ്തിൽ പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇന്നൊരാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നാളെ അയാളെ നമുക്ക് ബിഗിനറാക്കാം, സ്റ്റാർട്ടറാക്കാം. നമ്മുടെ ബിസിനസ് വളരും. അപ്പോൾ ഫോക്കസ് ഓൺ ഡെപ്ത് ബിൽഡിംഗ്. ഇനി RCMൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫോക്കസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പുകൾ, നമ്മുടെ ഡിപ്പോകൾ, ഇതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിതരണ ശൃംഖല മെച്ചപ്പെടുത്താത്തടത്തോളം കാലം സിസ്റ്റത്തിൻ്റെ വളർച്ചയും സ്ലോ ആയിരിക്കും. RCM എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും വളർച്ചയെ ലക്ഷ്യമാക്കിയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവരിലേക്ക് എത്തണം. RCMൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ RCMൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഈ പ്രൊഡക്റ്റ് ഇല്ലാതെ നമുക്ക് RCMൽ ഒന്നും നേടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എല്ലാവരിലേക്കും എത്തണം. എല്ലാവരിലേക്കും ഓരോ മുക്കിലും മൂലയിലും RCMൻ്റെ പ്രൊഡക്റ്റുകൾ യഥേഷ്ടം ലഭ്യമാക്കണം. രൂപാന്തരണ യാത്ര ഇതിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. RCMനെ ജനകീയമാക്കണം എല്ലാവരിലേക്കും. കാരണം നിങ്ങൾ RCMനെ പറ്റി എത്ര പറഞ്ഞാലും ഒരുപക്ഷെ ആൾക്കാർക്ക് ഗ്രഹിക്കണമെന്നില്ല. TCG പറഞ്ഞു, RCM എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാണെങ്കിൽ 1 രൂപയുടെ ഷാമ്പു കൊടുത്ത് അയാളെ കൊണ്ടൊന്ന് കുളിപ്പിച്ചാൽ മതി. RCMൻ്റെ ചായപ്പൊടി കൊടുത്താൽ RCM എന്താണെന്ന് അയാൾക്ക് മനസ്സിലായിക്കോളും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, RCMൻ്റെ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾ 10% പറഞ്ഞാൽ മതി, പ്രൊഡക്റ്റ് ബാക്കി 90% അവരെ കൊണ്ട് സംസാരിപ്പിച്ചോളും. അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് എല്ലാവരിലേക്ക് എത്തിക്കുക. അതിനാണ് വിതരണ ശൃംഖല മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞത്. RCMൻ്റെ ഷോപ്പുകൾ മെച്ചപ്പെടണം. കമ്പനിയുടെ സൗരഭ് ചെമ്രാജി പറഞ്ഞത് 3 ലക്ഷത്തിൽ താഴെ സെയിലുള്ള ഒരു ഷോപ്പ് പോലും ഇനി ഉണ്ടാകാൻ പാടില്ല. അതിന് ആരാണോ ഷോപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത്, ആരാണോ അതിൽ സൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വെരിഫൈ ചെയ്തിരിക്കുന്ന റോയൽറ്റി അച്ചീവർ, ആരാണോ വെരിഫൈ ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ അച്ചീവർ, ഈ 3 പേരും കൂടി ഒന്നിച്ചിരുന്ന് തീരുമാനിച്ച് സീനിയർ ലീഡേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി മിനിമം 3 ലക്ഷം ക്രോസ് ചെയ്യണം. അത് ഈ വർഷം തന്നെ സംഭവിക്കണം. ഈ വർഷമല്ല, ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സംഭവിക്കണം. ഷോപ്പുകൾ വിതരണ ശൃംഖല മെച്ചപ്പെടുത്താത്തോളം കാലം പ്രൊഡക്റ്റ് സാധാരണക്കാരിലേക്ക് എത്തില്ല. പല ഷോപ്പുകളിലും പ്രൊഡക്റ്റ്, ഇന്നലെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു S5 ന്യൂട്രിചാർജ് S5 വേണമായിരുന്നു. ഞാനൊരു ഷോപ്പിൽ ചെന്നു, അവിടെ പ്രൊഡക്റ്റ് ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ ഇരിക്കുമ്പോൾ അവിടെ വന്നിട്ട് ന്യൂട്രിചാർജ് BJ ചോദിച്ചു, ഇല്ല. ന്യൂട്രിചാർജ് S&F ചോദിച്ചു, ഇല്ല. പല പ്രൊഡക്റ്റിലും പല ഷോപ്പിലും ഇല്ല. സീനിയർ ലീഡേഴ്സ് നടത്തുന്ന ഷോപ്പിൽ പോലും RCMൻ്റെ പല പ്രൊഡക്റ്റുകളും ഇല്ല. ആ സമയത്താണ് ആരെങ്കിലും വന്നിട്ട്, നിങ്ങൾ എന്തായാലും ഷോപ്പ് നടത്തില്ല, എൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ അങ്ങ് എടുത്തു വെച്ചെന്ന് ഏതെങ്കിലും നെറ്റ്വർക്കാരൻ പറഞ്ഞാൽ അതൊക്കെ എടുത്തു വെക്കും, അതിനൊന്നും മടിയില്ല. പക്ഷേ RCMൻ്റെ ഷോപ്പിൽ RCMൻ്റെ പ്രൊഡക്റ്റ് 100% വെക്കാൻ ബുദ്ധിമുട്ടാണ്. ആൾക്കാർ വന്നിട്ട് പ്രൊഡക്റ്റ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ സന്തോഷമാണ്, പക്ഷേ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ എങ്ങനെ സെയിൽ നടക്കും? 2000 ഒരു ന്യൂട്രിചാർജ് BJ പോയിരുന്നെങ്കിൽ ഒരു സെയിൽ അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിൽ. നമ്മൾ ഈ സിസ്റ്റത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സ്റ്റോക്കുള്ള ഷോപ്പ് കസ്റ്റമറുടെ കീശ കാലിയാക്കും. സ്റ്റോക്ക് ഇല്ലാത്ത ഷോപ്പ് കടക്കാരൻ്റെ കീശ കാലിയാക്കും. കടക്കാരൻ്റെ കീശ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? പ്രൊഡക്റ്റ് ഇല്ല. കാരണം സെയിൽ നടന്നിട്ട് വേണം ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് വീട്ടു ചെലവ് നടത്താൻ, കടയുടെ വാടക കൊടുക്കാൻ, സ്റ്റാഫിൻ്റെ പൈസ കൊടുക്കാൻ, കറണ്ട് ചാർജ് കൊടുക്കാൻ, ഇതെല്ലാം കൊടുക്കാനായിട്ട് പൈസ വേണം. ഈ പൈസ എവിടുന്ന് വരും? സെയിലിൽ നിന്നാണ് വരേണ്ടത്. 3 ലക്ഷം രൂപയെങ്കിലും സെയിലില്ലാത്ത ഷോപ്പുകൾ നഷ്ടത്തിലാണ് പോകുന്നത്, ഒരു സംശയം വേണ്ട. 3 ലക്ഷം രൂപയുടെ സെയിലില്ലാത്ത ഷോപ്പുകൾ നഷ്ടത്തിലാണ് പോകുന്നത്. അപ്പോഴാണ് 50,000 രൂപ, 1 ലക്ഷം രൂപയുടെയൊക്കെ സെയിൽ ഉള്ള ഷോപ്പുകൾ എന്നിട്ട് പറയും RCM ശരിയല്ല, ലീഡേഴ്സാണ് എന്നെ പറ്റിച്ചതാണ്. പക്ഷേ 10 ലക്ഷം രൂപയുടെ മാസ സെയിലുള്ള ഷോപ്പുകളുണ്ട്. കഴിഞ്ഞ മാസം ഇൻസെൻറ്റീവ് മാത്രം 50,000, 60,000, 70,000, 1 ലക്ഷം വാങ്ങി എത്രയോ ഷോപ്പുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്നിട്ട് നമ്മൾ പരിഭവം പറഞ്ഞിരിക്കുകയാണ്, എന്നെ എൻ്റെ ലീഡർ പറ്റിച്ചതാണ്.
മോഹന വാഗ്ദാനങ്ങൾ നൽകി എന്നെക്കൊണ്ട് ഷോപ്പ് തുടങ്ങിച്ചതാണ്. ഇപ്പം എന്നെ അവരെ കാണാനില്ല. അങ്ങനെ ഒരു ഷോപ്പ് നമ്മുടെ സ്ഥലത്തുണ്ടെങ്കിൽ ആ ഷോപ്പ് ആർ സി ബിസിനസിൻ്റെ ആ പ്രദേശത്തെ തളർച്ചയ്ക്ക് കാരണമാകും. കാരണം ആ ഷോപ്പിലേക്ക് ചെന്നാൽ അദ്ദേഹം പറയുന്ന മുഴുവൻ നെഗറ്റീവ്. നിങ്ങൾ ഒരു കടയിൽ പോകുമ്പോൾ, നമ്മളിപ്പോൾ പച്ചക്കറി വാങ്ങാൻ ചെല്ലുന്നു, പച്ചക്കറി കടക്കാരനോട് ചോദിക്കും, ഈ എന്താണ്, ചീരയിൽ വിഷം അടിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരിക്കലും പറയില്ല വിഷം അടിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹം അടിപൊളി സാധനം എന്നേ പറയത്തുള്ളൂ. നമ്മളത് വിശ്വസിക്കും. നമുക്കും മനസ്സിലറിയാം അതേ വിഷം അടിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ചോദിച്ചു നല്ലതാണെന്ന് അറിയാൻ വേണ്ടി. ഈ വെണ്ടയ്ക്ക വാടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാടി കിടക്കുന്ന വെണ്ടയ്ക്ക എടുത്തിട്ട് അദ്ദേഹം പറയും ഇപ്പം വന്നതാണ്, ഫ്രഷാന്ന് പറയും. കാരണം ഷോപ്പിലിരിക്കുന്നയാൾ എന്താണോ പറയുന്നത് അതാണ് നമുക്ക് വിശ്വാസം. നമ്മൾ അദ്ദേഹത്തെ വിശ്വസിച്ചാണ് സാധനമൊക്കെ വാങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ആർ സി എമ്മിൻ്റെ ഷോപ്പിൽ ചെന്ന് ആർ സി എമ്മിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അയ്യോ ഞാൻ പെട്ടുപോയി, എൻ്റെ ഷോപ്പ് വേണേൽ നിങ്ങളോട് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോപ്പ് നടത്തണമെന്ന് ആഗ്രഹത്തോടെ വന്നയാൾ പോലും ആ ഷോപ്പ് എടുക്കില്ല. പലപ്പോഴും ഞാൻ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ന്യൂട്രിചാർജ് കിഡ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് കുട്ടികളെ ചിലപ്പം 1.5 വയസ്സേ കാണത്തുള്ളൂ. ഷോപ്പിൽ ചെല്ലുമ്പോൾ ഷോപ്പുകാരൻ പറഞ്ഞു, ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കാറായിട്ടില്ല, അവർക്ക് കൊടുക്കേണ്ടത് ന്യൂട്രിചാർജ് DHA ട്വിസ്റ്റാണ്, എന്നാൽ അത് തരാം. അതില്ല എൻ്റെ കയ്യിൽ കേട്ടോ, ആ സാധനം ഇല്ല. ഒരു പ്രൊഡക്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ, പെയിൻ്റ് അടിക്കാൻ പോയിട്ടുണ്ട്, ഷോപ്പിൽ ചെന്നപ്പോൾ ആ പെയിൻറ്റ് ലീഡേഴ്സ് അങ്ങനെയൊക്കെ പറയും. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ ലീഡേഴ്സ് പറഞ്ഞ് ഷോപ്പിൽ ചെന്നിട്ട് ഡയമണ്ട് ക്ലബിൻ്റെ സാധനം എടുക്കുമ്പോൾ പറയും അതൊക്കെ ലീഡേഴ്സ് അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടി പറയാം, നിങ്ങൾ അത്രയും ചെയ്യേണ്ട. എന്താ സംഭവിക്കുന്നത്? ഷോപ്പുകാരൻ അദ്ദേഹത്തിൻ്റെ തന്നെ സെയിൽ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല, കാരണം അദ്ദേഹം നെഗറ്റീവായി പോയതാണ്. അദ്ദേഹത്തെ നെഗറ്റീവ് ആക്കിയതാരാണ്? നമ്മളെല്ലാവരും കൂടെ അദ്ദേഹത്തെ നെഗറ്റീവ് ആക്കിയത്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഫോക്കസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ വിതരണ ശൃംഖല മെച്ചപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ നമ്മുടെ വിതരണ ശൃംഖല മെച്ചപ്പെടും. ഷോപ്പ് നടത്തുന്നയാൾ പോസിറ്റീവ് ആകും. പോസിറ്റീവ് ആണെങ്കിൽ അദ്ദേഹം പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്ന ലെവലിലേക്ക് ഒരു ഷോപ്പ് ഓണറെ ഉയർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഈ സിസ്റ്റത്തിൻ്റെ അനിവാര്യതയാണ്. ഈ സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഏറ്റവും മെച്ചപ്പെടേണ്ടതാണ് ഫോക്കസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിനപ്പുറമാണ് ഫോക്കസ് ഓൺ അഭിയാൻ. ഫോക്കസ് ഓൺ അഭിയാൻ, ഈ പ്രചരണം എന്താണ്? എന്തിനാണ് നമ്മൾ ആർ സി എമ്മിൽ വന്നത്? ആർ സി എം എന്തിന് ജനങ്ങളിലേക്ക് എത്തിക്കണം? അവർക്ക് നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അതുവഴി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, സ്വാശ്രയത്വത്തിലേക്ക് ഓരോരുത്തരെയും കൈപിടിച്ചുയർത്താൻ, സ്ത്രീകളെ ശക്തീകരിക്കാൻ, അതുവഴി ഒരു നവഭാരതം നിർമ്മിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യം ആർ സി എമ്മിൻ്റെ മുമ്പിലുണ്ട്. വലിയൊരു ലക്ഷ്യമാണ് ആർ സി എം മുന്നോട്ട് വെക്കുന്നത്. നവഭാരത നിർമ്മാണം, ആരോഗ്യവും സമ്പത്തും, സ്ത്രീകൾ ശക്തീകരിക്കപ്പെട്ട ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. ആ വലിയൊരു പ്രചരണമാണ് ആർ സി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന്. ഒരു മിഷനാണ്. സ്റ്റാൻഡ് ഫോർ അവർ മിഷൻ. നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാമെന്നാണ് TC നമ്മളെ പഠിപ്പിച്ചത്. വി സ്റ്റാൻഡ് ഫോർ അവർ മിഷൻ. ഹം സബ്കാ ഏക് ഹി മക്സദ് നയേ ഭാരത് കാ നിർമ്മാൺ. നമ്മുടെ ലക്ഷ്യം ഒരു നവഭാരതം നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്റ്റാർ എമറാൾഡ് ആകുക എന്നുള്ളതല്ല, റൂബി ആകുക എന്നുള്ളതല്ല, എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് കാശ് വരുത്തുക എന്നുള്ളതല്ല, ആ കുറച്ച് പൈസ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എന്തോ സംതിങ് ഗ്രേറ്റ് ആണെന്ന് ചിന്തിക്കുന്നവർക്കുള്ളതല്ല ആർ സി എം. മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായി സേവനം ചെയ്യാനുള്ളതാണ് ആർ സി എം എന്ന സംവിധാനം. എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുമ്പോഴത്തേക്ക് എൻ്റെ അഹങ്കാരം അതിര് കടക്കും. അതിനുള്ള പ്രസ്ഥാനമല്ലിത്. അതാണ് മറ്റുള്ള നെറ്റ്വർക്കിൽ നിന്നും ആർ സി എമ്മിനെ വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ നമ്മുടെ മുമ്പിൽ വലിയൊരു ലക്ഷ്യമുണ്ട്, നവഭാരത നിർമ്മാണം. ആ ലക്ഷ്യമായിരിക്കണം എന്നും നമ്മുടെ മുന്നിൽ. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ശരിക്കും ആർ സി എം എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക്, അതാണ് മുന്നോട്ട് നോക്കുക. നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ കാണേണ്ടത് ആർ സി എമ്മിൻ്റെ ലക്ഷ്യമായിരിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ സ്ത്രീയെയും ശക്തീകരിക്കണം. നമ്മുടെ മുമ്പിൽ വരുന്ന സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കണം. ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നയാൾക്ക് കറക്റ്റ് സൊല്യൂഷൻ കൊടുക്കാൻ നമ്മുടെ സിസ്റ്റത്തിന് പറ്റണം. അതാണ് മുന്നോട്ടുള്ള നോട്ടം എന്ന് പറഞ്ഞത്. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതല്ല നോക്കേണ്ടത്. ആർ സി എം എന്ന പ്രസ്ഥാനത്തെ ശരിയായ രീതി പഠിച്ച് ശരിയായ രീതി മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനങ്ങളാണ് ആർ സി എമ്മിൻ്റെ മീറ്റിങ്ങുകൾ. അതിൽ സൂം മീറ്റിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട്, സ്വന്തം സ്വീകരണ മുറിയിലിരുന്നു കൊണ്ട്, സ്വന്തം കിച്ചണിൽ നിന്നുകൊണ്ട് ആർ സി എമ്മിനെ പഠിക്കാനും മനസ്സിലാക്കാനും ആർ സി എമ്മിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. തിരക്ക് പിടിച്ച ഈ ലോകത്ത് പല ആൾക്കാർക്ക് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ളവർക്ക് എന്നും ഒരു അത്താണിയായിട്ട് നിൽക്കാൻ പോകുന്നതാണ് സൂം മീറ്റിംഗ്. ഇത് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇതിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ കൊറോണ വേണ്ടി വന്ന് നമുക്ക് ഇതിനെ മനസ്സിലാക്കി തരാൻ 500ാമത്തെ എപ്പിസോഡ് പിന്നിടുന്ന ഈ സൂം പ്ലാറ്റ്ഫോം ഉണർവ് എന്ന പേരിൽ
500 ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈസി അല്ല. ആരെണീറ്റാലും ഇല്ലെങ്കിലും എന്ത് സംഭവിച്ചാലും ഇത് ഓപ്പൺ ചെയ്യുന്നയാൾക്ക് സമയത്ത് എണീറ്റേ പറ്റുള്ളൂ. 500 ദിനങ്ങൾ അദ്ദേഹം രാവിലെ എണീറ്റ് ഇത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ കമ്മിറ്റ്മെൻ്റ് ആണ്. കൺസിസ്റ്റൻസി വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഇനി ഇത് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് തുടരാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. നമുക്ക് വേണേൽ പങ്കെടുക്കാം, നമുക്ക് 100 കൂട്ടം എക്സ്ക്യൂസ് പറയാം, പങ്കെടുക്കാതിരിക്കാനും നമുക്ക് കാരണങ്ങൾ കണ്ടെത്താം. പക്ഷേ ഇതിൻ്റെ ഹോസ്റ്റിന് ഒരിക്കലും എക്സ്ക്യൂസ് ഇല്ല. അദ്ദേഹത്തിന് ഇത് രാവിലെ ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ. അദ്ദേഹം നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ. അദ്ദേഹത്തിനും ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ജീവിതത്തിൽ. പക്ഷേ അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ പറ്റും. എന്തായാലും ഈ പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നതിൻ്റെ സംഘാടകർക്ക്, ആൾക്കാരെ നമുക്ക് വളരെ ലാഘവത്തോടാണ് പലപ്പോഴും നമുക്ക് ഇത് നടത്തുന്നവർക്കറിയാൻ എൻ്റെ വിഷമം. 10 പേരെ കാണുമ്പോൾ ചിലപ്പോൾ 5 പേരായിരിക്കും, ചിലപ്പോൾ 10 പേരായിരിക്കും. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. എന്തായാലും ആർസ്യം ബിസിനസ്സിൽ എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാകട്ടെ. ആർസ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ പൂവണിയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് സ്വീകരിക്കുക. TCG ഭാഷയിൽ ഒരിക്കൽ കൂടി പറഞ്ഞു, പൂരന് ഹോഗി സബ്കി ആശ ഏ ആർസ്യം കി അഭിലാഷ. ആർസ്യം എന്ന പ്രസ്ഥാനം സിൽവർ ജൂബിലിയിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് വി സ്റ്റാൻഡ് ഫോർ അവർ മിഷൻ, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്. നവഭാരത നിർമ്മാണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് മാറാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെക്കാട്ട് ഏകദേശം 90ഓളം ആൾക്കാരുണ്ട്. എൻ്റെ ടീം എൻ്റെ അഭിമാനം. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. തീർച്ചയായിട്ടും എന്നെ റിജിമോൻ സാറും ജോസ് സാറും ഒക്കെ നേരിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം 500ാമത്തെ എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നേക്കാൾ യോഗ്യരായ ധാരാളം ലീഡേഴ്സ് ഉണ്ടായിട്ടും എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഓർക്കുകയും വിളിക്കുകയും എൻ്റെ ഒരു മെസ്സേജ് കേൾക്കാനായിട്ട് 90ലധികം ആൾക്കാർ ഒരുക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകർക്കും എന്നെ കേട്ട എല്ലാവർക്കും ഈ ഒരു ദിവസവും ഇനിയുള്ള ദിവസങ്ങളും നമ്മുടെ ജീവിതം മുഴുവൻ സന്തോഷം നിറഞ്ഞതായി മാറട്ടെ. ആരോഗ്യവും സമ്പത്തും എല്ലാം നമ്മളിൽ വന്ന് നിറയട്ടെ. ഈശ്വരൻ്റെ സകല ഐശ്വര്യങ്ങൾ നമ്മൾ വരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. തളർന്നു പോകാതെ, തളർത്താൻ ഒരു സമൂഹം മുഴുവൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, പക്ഷേ തളരാതെ. കാരണം തളർത്തുന്നവരുടെ ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ചലഞ്ചാണ്. തളർന്നു പോകാതെ സിസ്റ്റത്തെ മുറുകെ പിടിക്കുക. നമ്മളായി തന്നെ അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തെ നിറം കെടുത്തുന്നത്. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം ഉണ്ടാകണം. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന വ്യക്തിത്വം സ്വന്തം വ്യക്തിത്വമുള്ളവർക്ക് ഒത്തിരി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല എന്നവർക്ക് തോന്നിയേക്കാം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം. അതിന് ഈ സിസ്റ്റം നമ്മളെ സഹായിക്കും. ബി പവർഫുള്ളായിട്ട് മാറുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇങ്ങനെ അവസരം തന്ന റിജിമോൻ സാറിനും ജോസ് സാറിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. JRC.